എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷണം ഏതെന്നറിയുമോ? വൽ ഖൗഫ്. അള്ളാഹു ഭയം കൊടുത്തു പരീക്ഷിക്കുകയാണ്. അള്ളാഹു ഭയം കൊടുത്തു പരീക്ഷിക്കുകയാ. അവന് ജീവിക്കാൻ തന്നെ പേടിയാണ്. ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ്. ജീവിക്കാൻ തന്നെ പേടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിച്ചതാരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന് 13 വർഷക്കാലം അള്ളാന്റെ റസൂൽ ഒരൊറ്റ രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല. 13 വർഷക്കാലം ലോകത്തിന്റെ നേതാവ് ശത്രുക്കളെ പേടിച്ചാ ജീവിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ പേടിക്കാതിരിക്കും? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കളെ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. ഒരു ദിവസം അള്ളാന്റെ റസൂൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മുസ്ലിമായതിന്റെ പേരിൽ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് മരുഭൂമിയുടെ മടിത്തട്ടിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടപാറ കൊണ്ട് തന്റെ യജമാനന്മാര് തല്ലിച്ചതച്ചു കൊണ്ടിരിക്കുമ്പോ ബിലാൽ തങ്ങൾ പറയുന്നു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? എന്റെ തൊണ്ട പൊട്ടുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ദാഹിച്ച് മരിക്കുമെന്ന് തന്റെ യജമാനനോട് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ അതാ തന്റെ യജമാനൻ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായ്ക്കകത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തിട്ടതാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ ബിലാൽ തങ്ങളെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബിലാൽ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒന്ന് രക്ഷിക്കുമോ നബിയേ, ഒന്ന് സഹായിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബിലാലേ, ശമിക്കു ബിലാലേ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സഹാബത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അള്ളാന്റെ റസൂലിന്റെ അവസ്ഥ എന്ത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രാത്രിയുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിട്ടിരിക്കുകയാ. വീടിന്റെ വെളിയിലിറങ്ങിയാൽ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും ആയുധം പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വീട് വളഞ്ഞിരിക്കുമ്പോ അള്ളാന്റെ റസൂല് കിടന്ന സ്ഥലത്ത് മഹാനായ അലിയാരി തങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് സൂറത്തു യാസീനിലെ ഒരായത്തോതിയിട്ട് ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മരുഭൂമിയിലൂടെ നടക്കല്ല നബിയേ, മരുഭൂമിയിലൂടെ നടക്കല്ല നബിയേ. അങ്ങയുടെ കാൽപാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കൾ നമ്മളെ വന്ന് പിടിക്കും നബിയേ. എന്റെ ചുമലിലേക്ക് കേറി നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനെ തന്റെ ചുമലിലേക്ക് കയറ്റിയിട്ടു അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നടക്കുകയാണ്. അള്ളാഹുവേ തോളിൽ വെച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് നടക്കും, പിന്നെ തിരിച്ചു വന്ന് പാടുകൾ മുഴുവനും മായിച്ചു കളയുകയാ. എന്നിട്ടതാ പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ സൗറഗുഹയ്ക്കകത്ത് അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും 3 ദിവസത്തോളം അതിനകത്ത് ഒളിച്ചു കഴിഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ഭയം കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യമാര് ഭരിക്കട്ടെ, നമ്മുടെ രാജ്യമാര് ഭരിക്കട്ടെ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാകട്ടെ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? ഞാനും നിങ്ങളും ആരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ മരിക്കാൻ പേടിയില്ലാത്തവരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ റബ്ബേ എനിക്ക് നല്ല മരണം തരണേ എന്ന് ദുആ ചെയ്യാറുള്ളൂ. അത് നമ്മളാ ചെറുപ്പക്കാരാ, അത് നമ്മളാ സഹോദരങ്ങള്. പാങ്കും വിളിച്ചു ഇഖാമത്തും കൊടുത്തു. എപ്പോഴാണ് പള്ളിക്കകത്ത് വെള്ള തുണിയിൽ കൊണ്ട് കിടത്തുന്നത്? ഇമാമ് കയറി എപ്പോഴാണ് കൈകെട്ടുന്നതെന്ന് ചിന്തിച്ച് നടക്കുന്നവരാ. നിനക്കും നിങ്ങൾക്കും മരിക്കാൻ പേടിയില്ലല്ലോ. നടറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ, തുണ്ടം തുണ്ടമായി നടറോഡിനകത്തിട്ട് വെട്ടിയാലും പള്ളിക്കകത്തിട്ട് വെട്ടിയാലും ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ കാത്തിരിക്കുന്നവർ
പ്രിയമുള്ളവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളാരും ആരെയും ഭയപ്പെടണ്ട, നമ്മളാരെയും പേടിക്കണ്ട. നമ്മളെ എന്തിനാണ് റബ്ബിനെ മാത്രം പേടിച്ച് ജീവിക്കുക ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ അള്ളാഹു പേടി കൊടുക്കൂ. ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവ്. നിനക്കെതിരെ നാട്ടുകാർ മുഴുവനും തിരിയും, മഹല്ല് മുഴുവനും തിരിയും, കുടുംബക്കാര് മുഴുവനും തിരിയും, ഈ പ്രപഞ്ചം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞാലും നീ പേടിക്കണ്ട. അള്ളാഹ് ഇഷ്ടം കൂടിയത് കൊണ്ടാ പടച്ചവൻ നിനക്ക് പേടി തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം ഏതെന്നറിയുമോ? അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം വൽ ഖൗഫ്. അല്ലാഹു ജീവിക്കാൻ അവന് പേടി കൊടുക്കുകയാ. അവന് പേടിച്ച് 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 ഇങ്ങനെ ജീവിക്കുകയാണ്. രണ്ടാമത്തെ പരീക്ഷണം ഏത്? വൽ ജൂ. അല്ലാഹു പട്ടിണി കൊടുക്കുകയാ. അല്ലാഹു വിശപ്പ് കൊടുത്ത പരീക്ഷിക്കും. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കും നിങ്ങൾക്കും പട്ടിണി എന്ന് പറയാനല്ലേ അറിയൂ. യഥാർത്ഥത്തിൽ പട്ടിണി എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ അനുചരന്മാര് 3 വർഷമല്ലേ പട്ടിണി കിടന്നത്. ഒരു ദിവസത്തിൽ ഒരു നേരം പട്ടിണി കിടക്കാൻ മനസ്സില്ലാത്തവര്, അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാരും തന്റെ കുടുംബക്കാര് 1 വർഷമല്ല 2 വർഷമല്ല 3 കൊല്ലമല്ലേ പട്ടിണി കിടന്നത്. വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവര് പച്ചില പറിച്ചു തിന്നല്ലോ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ട് കാസിക്കുന്നത് പോലെ, മൃഗങ്ങള് കാസിക്കുന്നത് പോലെ അള്ളാന്റെ റസൂലും സഹാബത്തും കാസിക്കുകയാണ്. പച്ചിലയാണ് അവർ പറിച്ചു തിന്നത്. ഇലയുടെ മുകളിലൂടെ നടന്നുപോയ പുഴുക്കളെ പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തെടുത്ത് കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ. ഇതൊക്കെ ഇസ്ലാമിന്റെ തുടക്കത്തിലാണെങ്കിൽ ലോകത്തിന്റെ നേതാവ് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 11ാമത്തെ ദിവസമുണ്ടല്ലോ, അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അള്ളാന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. വീടിന്റെ മറു സൈഡിൽ നിന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂൽ എന്തേ വിളക്ക് കത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുന്നത് എന്തിനെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്കിനകത്തൊഴിക്കാനുള്ള എണ്ണയില്ല. അള്ളാന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം നടന്ന സംഭവമാണ്. ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. എണ്ണയില്ലെന്ന് റസൂലുള്ളയോട് പറഞ്ഞാല് പ്രവാചകന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീവി മാറി നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എണ്ണയില്ല നബിയേ, ഈ വീടിനകത്ത് വിളക്കിലൊടിക്കാനുള്ള എണ്ണയില്ല നബിയേ. അള്ളാന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ സ്തുതിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഒരു ദിവസം വിശക്കുന്ന വയറോട് അള്ളാന്റെ റസൂല് വീട്ടിൽ കയറി വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ എനിക്ക് വിശക്കുന്നു ആയിഷ, എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരുവോ ആയിഷ? അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ഭക്ഷണം ചോദിക്കാറില്ല. ആയിഷ ബീവി നിന്ന് കരയുകയാണ്. തന്റെ ഭർത്താവ് വിശന്ന വയറോടെ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ലല്ലോ. അള്ളാന്റെ റസൂലിന് കാര്യം മനസ്സിലായി. വീടിനകത്ത് ഭക്ഷണമില്ലെന്ന് മനസ്സിലായി. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇത്തിരി കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുവോ ആയിഷ? എനിക്കല്പം കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുവോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 2 കൈ ഇങ്ങനെ മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ട് കരയുകയാണ്. കുടിക്കാൻ പച്ചവെള്ളം പോലും ഇല്ലാത്ത വീടിനെ കുറിച്ചൊന്ന് ചിന്തിക്കുവാപ്പോ. അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന്
പറയുന്നു, കരയല്ലേ ആയിഷ, ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാലിതാ അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാര് വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോയെന്ന് ഉസ്താദന്മാര് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കും, ഉസ്താദേ, കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? ഇങ്ങനെയൊക്കെ പട്ടിണിയുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവി പറയുകയാണ്, ലൗകാന ഇന്ധനാദുഹന്, എന്റെ വീടിനകത്തെങ്ങാനും വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, മക്കളെ, പട്ടിണി എന്താണെന്ന് നിനക്കറിയുവോ? പട്ടിണി എന്ന് നാവ് കൊണ്ട് പറയുന്നവരാ, ജീവിതത്തിൽ പട്ടിണി എന്താണെന്ന് അനുഭവിക്കാത്തവരാ. എങ്കിലും പട്ടിണി ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദിന്റെ നബവിയിലേക്ക് നടന്നു വരുമ്പോ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ, എന്റെ കാസർഗോഡ് ചെറുക്കളയിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ മുന്നിലൂടെ റസൂലുള്ള നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാ. രണ്ട് കുഞ്ഞുങ്ങള് വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് വീട്ടിൽ കയറിയിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, മക്കള് കിടന്ന് കരയുന്നു, മോളെ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ. അള്ളാഹുവിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് കടന്നു ചെന്നു, സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗിക്കുകയാണ്. പക്ഷേ ഫാത്തിമ ബീവിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിലാണ്. റസൂലുള്ള വീണ്ടും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, പാല് കൊടുക്കു പൊന്നുമോളെ. പിന്നെയും അള്ളാന്റെ റസൂല് പ്രസംഗിച്ച് മൂന്നാമതും കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ. അള്ളാന്റെ റസൂല് പിന്നെയും വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കു ഫാത്തിമ. നാലാമതും കരച്ചലിന്റെ ശബ്ദം കേൾക്കുമ്പോ അള്ളാന്റെ റസൂല് പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാണ്. റസൂൽ വല്ലാതെ ദേഷ്യം വന്നു. അള്ളാന്റെ റസൂലിന് വല്ലാതെ ദേഷ്യം വന്നു. വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ, ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ? ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ? നിന്റെ സ്വന്തം മക്കള് വിശന്ന് കിടന്ന് കരയുമ്പോ അവർക്കൊന്ന് പാല് കൊടുക്കാൻ പോലും നിനക്ക് മനസ്സില്ലേ ഫാത്തിമ? വഴക്ക് പറഞ്ഞപ്പോ, അള്ളാന്റെ റസൂല് വഴക്ക് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാണ്. രണ്ട് കൈയുമെടുത്ത് മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയിലെന്ന് കരയുന്നത് കണ്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകര് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങൾ, 6666 ആയത്തുകൾ. പരിശുദ്ധമായ ഖുർആനിലൂടെ ഞാനും നിങ്ങളും കണ്ണോടിച്ചു നോക്കിയാൽ ഒരുപാട് താക്കീതുകളും ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് മുന്നറിയിപ്പുകളും ഒരുപാട് ചരിത്രങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, താക്കീതുകൾ നൽകുന്നുണ്ട്. ഈ ഖുർആൻ പറഞ്ഞ താക്കീതുകൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ മുന്നറിയിപ്പുകൾ, അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന് 23 വർഷക്കാലം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുത്തത് ഖുർആൻ പറഞ്ഞ ഈ താക്കീതുകളെ കുറിച്ചായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു മുന്നറിയിപ്പുകാരനായിരുന്നു. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ എടുത്തു നോക്കിയാൽ അള്ളാഹുവിന് 99 പേരുകൾ ഉള്ളതുപോലെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും 99 പേരുകളുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കിയാൽ കാണാം 99 പേരുകൾ. ഖുർആനിന്റെ ആദ്യം അള്ളാഹുവിന്റെ പേരുകൾ, ഖുർആൻ അവസാനിക്കുമ്പോൾ പ്രവാചകന്റെ പേരുകൾ എഴുതിയ കിതാബുകൾ, ഖുർആനുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ചില പേരുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഖുർആനിൽ കാണാം, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ
وداعيا إلى الله بإذنه وسراجا منيرا. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചില പേരുകൾ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ വീടിനകത്ത് ഭാര്യയും ഭർത്താവും വല്ലാത്ത ചർച്ചയാണ്. എന്തിനെ കുറിച്ചാണ്? പ്രസവിക്കുന്നതിന് മുമ്പേ മക്കളുടെ പേര് കണ്ടെത്തുകയാണ്. പേരിന്റെ ആദ്യത്തെ അക്ഷരം ഉപ്പയുടെ പേരിന്റെയും ഉമ്മയുടെയും പേരിന്റെയും ഒന്നാമത്തെ അക്ഷരം വേണമെന്ന് കരുതിയിട്ട് എന്റെ പ്രിയമുള്ളവരെ, അർത്ഥം പോലും നോക്കാതെ ഞാനും നിങ്ങളും മക്കൾക്ക് പേരിടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിന്റെ മക്കൾക്ക് അല്ലാഹു നിനക്ക് സമ്മാനമായി തന്ന നിന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് നീ പേരിടുമ്പോൾ ആ പേര് അല്ലാഹുവിന്റെ ഖുർആനിൽ 114 സൂറത്തുകളിൽ എവിടെയെങ്കിലും ആ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വേണം മക്കൾക്കിടാൻ. അള്ളാന്റെ റസൂലിന്റെ പേരുകൾ 99 പേരുകളുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ ആരെങ്കിലും തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ മാതാപിതാക്കൾ നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കാരണം മുഹമ്മദ് എന്ന് പേരിട്ടാല്, മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാല് ആ മനുഷ്യൻ നാളെ പ്രവാചകന്റെ അതിഥിയായി സ്വർഗത്തിൽ കിടക്കുമെന്ന് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് പേരിടുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നാ അർസൽനാക സാഹിദാ. മുഹമ്മദ് സാഹിദ് എന്ന പേര് അർത്ഥം പോലും നീ നോക്കണ്ട. ഒരു ഉസ്താദിനോടും അതിന്റെ അർത്ഥം എന്താണെന്ന് നീ ചോദിക്കണ്ട. കാരണം അത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേരാണ്, ലോകത്തിന്റെ നേതാവിന്റെ പേരാണ്. മുഹമ്മദ് സാഹിദ് എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് നദീർ എന്ന പേരുണ്ടല്ലോ, മുഹമ്മദ് ദാഴി എന്ന പേരുണ്ടല്ലോ, മുബസ്സിർ എന്ന പേരുണ്ടല്ലോ, സിറാജ് എന്ന പേരുണ്ടല്ലോ, മുനീർ എന്ന പേരുണ്ടല്ലോ. ഇതെല്ലാം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേരുകളാണ്. ഇതെല്ലാം അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ പേരുകളാണ്. ഈ പറയുന്ന പേരുകളിൽ ഒരു പേര് കാണാ, മുബസ്സിറൻ വനദീറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു മുന്നറിയിപ്പുകാരനായിരുന്നു, ഒരു ഓർമ്മപ്പെടുത്തലുകാരനായിരുന്നു, ഒരു താക്കീത് നൽകാൻ കടന്നു വന്ന പ്രവാചകനാണെന്ന് എന്റെ പ്രിയമുള്ളവരെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന താക്കീതുകൾ 12 താക്കീതുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ വയത് കേൾക്കുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല. ഈ പറയുന്ന താക്കീതുകൾ, ഈ പറയുന്ന മുന്നറിയിപ്പുകൾ ഉണ്ടല്ലോ, ഇത് നിസാരമായി തള്ളിക്കളയാനുള്ളതല്ല. ഒരു ചെവിയിലൂടെ കേട്ടിട്ട് ഹൃദയത്തിനകത്ത് ഇറക്കാനുള്ളതാ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാ. അല്ലാതെ സാധാരണ വയത് തള്ളിക്കളയുന്നത് പോലെ, സാധാരണ വയത് വിലയിരുത്തുന്നത് പോലെ വിലയിരുത്തല്ലേ. ഇത് നിസാരമായി നിങ്ങൾ തള്ളിക്കളയല്ലേ. നിങ്ങളെങ്ങാണം ഖുർആൻ പറയുന്ന ഈ കാര്യങ്ങൾ നിസാരമായി തള്ളിക്കളഞ്ഞാൽ അവസാനം എവിടെയെങ്കിലും കടന്ന് കാഫിറുകൾ ചത്തുപോകുന്നത് പോലെ നിനക്ക് ചാകേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് തരുകയാണ്. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട്, നമുക്ക് സമയം വളരെ കുറവാ. ഈ പറയുന്ന 10 മണിക്കിടയിലെല്ലാം പറഞ്ഞിട്ട് 50 കൊല്ലം ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും മലിക്കുൽ ജബ്ബാറായ പടച്ചവന്റെ മുന്നിലേക്ക് 2 കൈയും ഉയർത്തി പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് 50 കൊല്ലത്തെ പാപം പുറക്കുന്ന സൂറത്ത് ഓതിയിട്ട് നമുക്ക് തൗബ ചെയ്ത് പിരിയാ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹു നമ്മളോട് പറഞ്ഞു തരുന്ന, സൂക്ഷിക്കാൻ അല്ലാഹു പറഞ്ഞു തരുന്ന ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി നമ്മളോട് പറഞ്ഞു തരുന്ന താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹു നമ്മളോട് പറയുന്നു, മനുഷ്യാ, നിന്റെ വിശ്വാസത്തിന് നീയൊന്ന് ഉറപ്പിക്കണേ, നിന്റെ വിശ്വാസത്തെ നീ ഉറപ്പിക്കണേ. നീ ശിർക്ക് ചെയ്യല്ലേ, നീ അല്ലാഹുവിനോട് പങ്കു ചേർക്കല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി നമ്മളോട് ഓർമ്മപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളും സഹോദരിമാരും ചിന്തിക്കും, ഉസ്താദേ, ഞങ്ങളൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ ഖുർആൻ ഓതുന്നവരാണ്, ഞങ്ങളാരും ശിർക്ക് ചെയ്യാറില്ല, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളായത് കൊണ്ടാണല്ലോ വേദ കേൾക്കാൻ വന്നത്. പിന്നെ എന്തിനാണ് ഞങ്ങളോട് പടച്ചവനോട് പങ്കു ചേർക്കല്ലേ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗിക്കുകയാണ്. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരികയാണ്, വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട്. അല്ലാഹുവേ, ഒരു സുന്ദരനായ ഒരു മനുഷ്യന് കടന്നു വരികയാ. സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ സഹാബത്തിന്റെ ഇടയിലൂടെ നടന്ന് ആ മനുഷ്യൻ ഇങ്ങനെ വരികയാണ്. ആ മനുഷ്യനാ മതി, ആ നാട്ടുകാരനല്ല. ആ മനുഷ്യനെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, യാത്രക്കാരനല്ല. കാരണം വസ്ത്രത്തിലെങ്ങും ഒരു യാത്രയുടെ അടയാളം കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് സലാം പറയുകയാ. എന്നിട്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് അതാ തന്റെ കാൽമുട്ടുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽമുട്ടിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് 2 കൈയും എടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലിന്റെ തുടയിലടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന മദ്രസയിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് പോലും അറിയാ ഈമാൻ കാര്യമെന്ന് പറഞ്ഞാൽ എന്താ. 6 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനാണ് ഈമാൻ കാര്യമെന്ന് പറയുന്നത്. 1 അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്, 2 അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, 3 അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, 4 അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കല്, 5 അന്ത്യദിനത്തിൽ വിശ്വസിക്കല്, 6 വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈ പറയുന്ന 6 കാര്യങ്ങളിൽ വിശ്വസിച്ചാലേ ഒരു മനുഷ്യന് യഥാർത്ഥ വിശ്വാസിയാകൂ, യഥാർത്ഥ ഈമാനുള്ളവനാകൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ 5 കാര്യങ്ങളിൽ ഒരു മനുഷ്യനും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നു. ഈ ലോകം ഒരു ദിവസം തകരുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ 6ാമത്തെ ഒരു കാര്യമുണ്ടല്ലോ, അവിടെയാണ് നമ്മളിൽ പലർക്കും പിഴച്ചു പോകുന്നത്, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. 6ാമത്തെ കാര്യമെന്തേ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. ദുഃഖവും സന്തോഷവും അത് പടച്ചവന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഒരു മനുഷ്യൻ വിശ്വസിച്ചാലേ അവൻ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് പ്രവാചകം പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോ, ലക്ഷങ്ങളുടെ കച്ചവടമുണ്ടായിരുന്ന സ്ഥാപനമാണ് പെട്ടെന്നങ്ങ് പൂട്ടുകയാണ്. ലക്ഷങ്ങളുടെ കടം വന്നു, മക്കൾക്ക് രോഗം വരുന്നു, വീടിനകത്ത് തമ്മിലടിയാകുന്നു, വീട്ടിലുള്ളവർ പെട്ടെന്ന് മരിച്ചു പോകുന്നു. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. ആരോ മന്ത്രവാദം ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആരോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്റെ വീടിന്റെ മൂലയിൽ മുട്ട കുടിച്ചിട്ടത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത് കടന്നു വരുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, പിന്നെ അതിന് പ്രതിവിധി ചെയ്യാൻ ഞാനും നിങ്ങളും ഓടുകയാണ്. നമ്മളിൽ പലരും പിന്നെ അതിന് പ്രതിവിധി ചെയ്യാൻ, എന്റെ പ്രിയമുള്ളവരെ, മന്ത്രവാദങ്ങൾ നേടി നടക്കുന്നവരുണ്ടല്ലോ, ജ്യോതിശാലയങ്ങൾ കയറി നേറി നടക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവരെ, ആരുടെ മുന്നിൽ ഓടിച്ച
ചെന്നിട്ടും പ്രയോജനമില്ലല്ലോ. എല്ലാം അല്ലാഹു തീരുമാനിച്ചു വെച്ചതാ. പടച്ചവന് പണ്ട് തീരുമാനിച്ചു വെച്ചതാണ്. എന്നാണ് പടച്ചവൻ ഇത് തീരുമാനിച്ചത്? നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു 4 മാസം പ്രായമായപ്പോ, ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടുകയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സിറാജ് എന്ന എന്റെ മുന്നിലേക്ക് മലക്ക് കടന്നു വന്നിട്ട് എന്റെ തലച്ചോറിൽ എഴുതി വെക്കുന്ന സിറാജ്, നീ ഇത്ര വയസ്സ് വരെ ഈ ദുനിയാവിൽ ജീവിക്കും, നിന്റെ ഭാര്യ ഇതാണ്, നിനക്ക് ഇത്ര മക്കളുണ്ട്, നിനക്ക് ഇത്ര സമ്പത്ത് കിട്ടും, തീ തിന്നണ്ട ഭക്ഷണം ഇതാണ്. പടച്ചവനെ എന്നെ കുറിച്ചുള്ള സർവ്വതും മലക്ക് എഴുതി വെക്കുകയാ. അവസാനം എഴുതി വെക്കുന്നു സിറാജ്, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്നു നീ മരിക്കുമടാ സിറാജ്, നിന്നെ കബറടക്കുന്നത് ഇന്ന സ്ഥലത്താണ്. ആ മരിക്കുന്ന സമയത്ത് നീ മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ മരിക്കുന്നത്? എല്ലാം എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോഴ് ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാ. ഇത് മുഴുവനും അനുഭവിക്കാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇത് മുഴുവനും അനുഭവിക്കാതെ എനിക്ക് പോകാൻ കഴിയുമോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ദുഃഖം തരുന്നത്, നിനക്ക് രോഗം തരുന്നത്, നിന്റെ കച്ചവടം നഷ്ടത്തിലാക്കിയത്, നിനക്ക് ലക്ഷങ്ങളുടെ കടം തന്നത്, നിനക്ക് മക്കളെ തരാത്തത്, ഇതെല്ലാം പടച്ചവന്റെ തീരുമാനമാണ്. ആരെങ്കിലും മന്ത്രവാദം ചെയ്തു വെച്ചത് കൊണ്ട് മാത്രമല്ല. എന്റെ പ്രിയമുള്ളവരെ ഓടി നടക്കുകയാണ്. ഓരോ മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് പറയും, എന്റെ സമയം ശരിയാണോ, എന്റെ സമയം ശരിയാണോ? എന്റെ പ്രിയമുള്ളവരെ, നിന്റെ സമയം പറയാൻ ഈ ലോകത്താരെ കൊണ്ടാ കഴിയുക? നിന്റെ സമയം പറയാൻ, ഒരു മനുഷ്യന്റെ ഭാവി പറയാൻ എന്റെ പ്രിയമുള്ളവരെ ലോകത്തൊരു മനുഷ്യനെയും കൊണ്ടും കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാന ആയത്തെടുത്ത് ഓതി നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ ലോകത്തൊരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. 5 കാര്യങ്ങൾ അല്ലാഹുവിനെ അറിയൂ. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ഈ ലോകമെന്നാണ് തകരുന്നത്, ലോകം അവസാനിക്കുന്നതെന്നാണ്. വെള്ളിയാഴ്ചയാണെന്നല്ലേ പറയാൻ കഴിയൂ? അതിന്റെ അടയാളം പറയാനല്ലേ എല്ലാവർക്കും കഴിയൂ? ഏത് വർഷം, ഏത് മാസം, ഏതാഴ്ചയാണെന്ന് പറയാറ് അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂഖിനും കഴിയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയുനസ്സിലുൽ ഗൈസ. മഴ എപ്പോഴാണ് പെയ്യുന്നത്, മഴ എപ്പോഴാണ് പെയ്യുന്നത്, പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറയാൻ ഒരു മന്ത്രവാദിയെ കൊണ്ടും കഴിയില്ല. വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, അതാണാണോ പെണ്ണാണോ, അവന് കൈയുണ്ടോ കാലുണ്ടോ കണ്ണുണ്ടോ കരളുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, പറയാൻ പ്രവചിക്കാൻ 3 മാസം കഴിഞ്ഞാലല്ലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ? 3 മാസം കഴിഞ്ഞാലല്ലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ? അതാ 3 മാസം മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഈ ലോകത്ത് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യന്റെ സമയം പറയാ, ഒരു മനുഷ്യന്റെ ഭാവി പറയാ. നാളെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ അല്ലാഹുവിനല്ലാതെ ലോകത്തൊരാളെ കൊണ്ടും കഴിയില്ല. ഖുർആൻ പറയുന്നു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഒരു മനുഷ്യൻ എവിടെ കിടന്നാണ് മരിക്കുന്നത്, എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്നാണ് മരിക്കുന്നതെന്ന് പ്രവചിക്കാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും കഴിയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, അല്ലാഹു നിനക്ക് ദുഃഖം തരുന്നത്, വേദന തരുന്നത്, പ്രയാസങ്ങൾ തരുന്നത്, എന്റെ പ്രിയമുള്ളവരെ, അതല്ല പടച്ചവന്റെ തീരുമാനമോ, അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. കാരണം അല്ലാഹു പറയുകയാണ്, അല്ലാഹു തന്നെ ചോദിക്കുകയാണ്. അഫഹസല്ലാന്റെ ഖുർആൻ ചോദിക്കുകയാ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. അല്ലാഹു ചോദിക്കുന്നു, മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് സുഖിക്കാനല്ല,
അല്ലാഹു പറയുകയാണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്, അഫഹസിബതും മൻ തദ്ഖുലുൽ ജന്ന. അല്ലാഹു ചോദിക്കുന്നു, സിറാജേ, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ല എന്നോട് ചോദിക്കുകയാണ്, എടാ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അഫഹസിബതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പീഡനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അവരനുഭവിച്ചതൊക്കെ അനുഭവിക്കാതെ വെറുതെ സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ദുഃഖവും ദുരിതവും വേദനയും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾ പോലുമില്ല. ഇതെല്ലാം അല്ല നിനക്ക് തന്നത് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് പടച്ചവന് ദേഷ്യമുള്ളത് കൊണ്ടല്ല. അല്ലാഹു നിനക്ക് ദുഃഖവും ദുരിതമൊക്കെ തരുന്നത്, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, നിന്റെ മക്കളെ നിന്നെ കൊണ്ട് കബറടപ്പിക്കുന്നത്, നിനക്ക് ലക്ഷങ്ങൾ കടം തരുന്നത്, വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായിട്ടും നിനക്കൊരു കുഞ്ഞിനെ തരാത്തത് അള്ളാന് വെറുപ്പുള്ളത് കൊണ്ടല്ല, അള്ളാന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അള്ളാന് നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടാ, അള്ളാന് നിന്നോട് ഇഷ്ടം കൂടിയത് കൊണ്ടാ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്ന അസദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയായിരുന്നു. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത്, ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത്, ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചത് അത് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിനക്ക് ദുഃഖവും പ്രയാസമൊക്കെ തരുന്നത് നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നീ പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ, നാട്ടുകാരോട് പരാതി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു 6 പരീക്ഷണങ്ങൾ കൊടുക്കും. അല്ല ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു 6 പരീക്ഷണം കൊടുക്കും. എന്റെ പ്രിയമുള്ളവരെ, ഒരു 6 പരീക്ഷണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഈ പറയുന്ന 6 പരീക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാനോ നിങ്ങളോ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് സന്തോഷത്തോടെ പറയണം, അൽഹംദുലില്ലാഹ്, അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ പടച്ചവൻ എനിക്ക് ഈ പരീക്ഷണം തന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു 6 പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ദഹിക്കണമെന്നില്ല. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ലക്ഷങ്ങളുടെ കച്ചവടമുണ്ടായിരുന്ന കട പെട്ടെന്ന് പൂട്ടി, വീട്ടിലുള്ളവർക്ക് രോഗമായി, പ്രയാസങ്ങളായി, ദുഃഖവും ദുരിതവും തമ്മിലടിയായി. ഉടനെ പറയും, അടുത്തവൻ കൗടോത്രം ചെയ്തതാ, ആരോ എനിക്ക് മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുക, തകിട് കുഴിച്ചിട്ടത് കൊണ്ടാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മന്ത്രവാദം ഉണ്ടോ ഇല്ലേ അതെന്റെ വിഷയമല്ല, ഞാൻ അതൊന്നും പറയില്ല. എനിക്കത് വിവാദങ്ങളിലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കൂടോത്രം ചെയ്താൽ ഏക്കോ ഏക്കില്ലേ? ഏക്കും. ആരെങ്കിലും ഒരു മനുഷ്യൻ നശിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഏക്കും എന്നുള്ളത് ഉറപ്പാ. അത് ചെയ്യാൻ പാടില്ല, വൻപാപത്തിൽ പെട്ടതാണ് മന്ത്രവാദം ചെയ്യൽ. അള്ളാഹു പറഞ്ഞതെന്തേ? അത് ചെയ്യാൻ പാടില്ല, എവനെങ്കിലും ചെയ്ത് അവനുള്ളത് ഞാൻ കൊടുത്തോളാന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളെന്തിനാ ബേജാറാവണേ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടോത്രം ചെയ്യുന്നവനുള്ളത് ഞാൻ കൊടുത്തോളാന്ന് അള്ളാഹ് ഏറ്റിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കണം, അല്ലാതെ ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല ആരുടെ മുന്നിൽ പോയിട്ടും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ മന്ത്രവാദം ചെയ്താൽ അതിന് പ്രതിവിധി ഉണ്ടോ ഇല്ലേ? അതൊക്കെ ഉണ്ട്. ഖുർആനും ദിക്റുകളും അല്ലാതെ വേറെ മരുന്നൊന്നുമില്ല.
ഇതൊക്കെ മാറ്റാനുള്ള വഴികളുണ്ടോ എന്ന് വെച്ചാൽ അതിനുണ്ട്. അതിലൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം അള്ളാഹു 6 പരീക്ഷണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഈ പറയുന്ന 6 പരീക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ സ്തുതിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5 കാര്യം ഓരോ ഇതിന്റെ സമയം ശരിയല്ലെന്നാ പലരും പറയണം. ഈ സമയം പറയാൻ ആരെക്കൊണ്ടാ കഴിയുക? എന്റെ സമയം പറയാൻ ആരെക്കൊണ്ടും കഴിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. അത് നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ അള്ളാഹിനെ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. പിന്നെ അള്ളാഹു ആർക്കെങ്കിലും ഇപ്പൊ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുകളുണ്ട്, കറാമത്തുകളുണ്ട്, അതൊക്കെ നിഷേധിക്കാൻ പാടില്ല. അതൊക്കെ ഉള്ള കാര്യം, അത് നമ്മുടെ വിഷയമല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 6 പരീക്ഷണങ്ങൾ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷണമേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സാബിരീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷണം ഏതെന്നറിയുമോ? വൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുത്തു പരീക്ഷിക്കുകയാണ്. അല്ലാഹു ഭയം കൊടുത്തു പരീക്ഷിക്കുകയാ. അവന് ജീവിക്കാൻ തന്നെ പേടിയാണ്. ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ്. ജീവിക്കാൻ തന്നെ പേടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിച്ചതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് 13 വർഷക്കാലം അള്ളാന്റെ റസൂൽ ഒരൊറ്റ രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല. 13 വർഷക്കാലം ലോകത്തിന്റെ നേതാവ് ശത്രുക്കളെ പേടിച്ചാ ജീവിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ പേടിക്കാതിരിക്കും? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കളെ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മുസ്ലിമായതിന്റെ പേരിൽ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് മരുഭൂമിയുടെ മടിത്തട്ടിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറ കിടത്ത് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടപാറ കൊണ്ട് തന്റെ യജമാനന്മാര് തല്ലിച്ചതച്ചു കൊണ്ടിരിക്കുമ്പോ ബിലാൽ തങ്ങൾ പറയുന്നു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? എന്റെ തൊണ്ട പൊട്ടുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ദാഹിച്ച് മരിക്കുമെന്ന് തന്റെ യജമാനനോട് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ അതാ തന്റെ യജമാനൻ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായ്ക്കകത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തിട്ടതാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ ബിലാൽ തങ്ങളെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബിലാൽ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒന്ന് രക്ഷിക്കുമോ നബിയേ, ഒന്ന് സഹായിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബിലാലേ, ക്ഷമിക്കു ബിലാലേ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സഹാബത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ എന്ത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിട്ടിരിക്കുകയാ. വീടിന്റെ വെളിയിലിറങ്ങിയാൽ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും ആയുധം പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളഞ്ഞിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കിടന്ന സ്ഥലത്ത് മഹാനായ അലിയാർ തങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് സൂറത്തു യാസീനിലെ ഒരായത്തോതിയിട്ട് ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മരുഭൂമിയിലൂടെ നടക്കല്ല നബിയേ, മരുഭൂമിയിലൂടെ നടക്കല്ല നബിയേ. അങ്ങയുടെ കാൽപാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കൾ നമ്മളെ വന്ന് പിടിക്കും നബിയേ. എന്റെ ചുമലിലേക്ക് കയറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ തന്റെ ചുമലിലേക്ക് കയറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടക്കുകയാണ്. അല്ലാഹുവേ, തോളിൽ വെച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് നടക്കും. പിന്നെ തിരിച്ചു വന്ന് പാടുകൾ മുഴുവൻ
മുഴുവനും മായിച്ചു കളയുകയാ. എന്നിട്ടതാ പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ സൗരഗുഹയ്ക്കകത്ത് അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും 3 ദിവസത്തോളം അതിനകത്ത് ഒളിച്ചു കിടന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു ഭയം കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യമാര് ഭരിക്കട്ടെ, നമ്മുടെ രാജ്യമാര് ഭരിക്കട്ടെ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാകട്ടെ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? ഞാനും നിങ്ങളും ആരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ മരിക്കാൻ പേടിയില്ലാത്തവരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ റബ്ബേ എനിക്ക് നല്ല മരണം തരണേ എന്ന് ദുആ ചെയ്യാറുള്ളൂ. അത് നമ്മളാ ചെറുപ്പക്കാരാ, അത് നമ്മളാ സഹോദരങ്ങള്. പാങ്കും വിളിച്ചു ഇഖാമത്തും കൊടുത്തു. എപ്പോഴാണ് പള്ളിക്കകത്ത് വെള്ള തുണിയിൽ കൊണ്ട് കിടത്തുന്നത്, ഇമാമ് കയറി എപ്പോഴാണ് കൈകെട്ടുന്നതെന്ന് ചിന്തിച്ച് നടക്കുന്നവരാ. നിനക്കും നിങ്ങൾക്കും മരിക്കാൻ പേടിയില്ലല്ലോ. നടറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാല്, തുണ്ടം തുണ്ടമായി നടറോഡിനകത്തിട്ട് വെട്ടിയാലും പള്ളിക്കകത്തിട്ട് വെട്ടിയാലും ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് മരിക്കാൻ കാത്തിരിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളാരും ആരെയും ഭയപ്പെടണ്ട, നമ്മളാരെയും പേടിക്കണ്ട. നമ്മളെ എന്തിനാണ്? റബ്ബിനെ മാത്രം പേടിച്ച് ജീവിക്കു ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ അല്ലാഹു പേടി കൊടുക്കൂ. ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവ്. നിനക്കെതിരെ നാട്ടുകാർ മുഴുവനും തിരിയും, മഹല്ല് മുഴുവനും തിരിയും, കുടുംബക്കാര് മുഴുവനും തിരിയും, ഈ പ്രപഞ്ചം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞാലും നീ പേടിക്കണ്ട. അല്ലാഹുവിനിഷ്ടം കൂടിയത് കൊണ്ടാ പടച്ചവൻ നിനക്ക് പേടി തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം ഏതെന്നറിയുമോ? അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം വൽ ഖൗഫ്. അല്ലാഹു ജീവിക്കാൻ അവന് പേടി കൊടുക്കുകയാ. അവന് പേടിച്ച് 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 ഇങ്ങനെ ജീവിക്കുകയാണ്. രണ്ടാമത്തെ പരീക്ഷണമേത്? വൽ ജൂ. അല്ലാഹു പട്ടിണി കൊടുക്കുകയാ. അല്ലാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കും. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കും നിങ്ങൾക്കും പട്ടിണി എന്ന് പറയാനല്ലേ അറിയൂ. യഥാർത്ഥത്തിൽ പട്ടിണി എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ അനുചരന്മാർ 3 വർഷമല്ലേ പട്ടിണി കിടന്നത്. ഒരു ദിവസത്തിൽ ഒരു നേരം പട്ടിണി കിടക്കാൻ മനസ്സില്ലാത്തവര്, അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാരും തന്റെ കുടുംബക്കാര് 1 വർഷമല്ല, 2 വർഷമല്ല, 3 കൊല്ലമല്ലേ പട്ടിണി കിടന്നത്. വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവര് പച്ചില പറിച്ചു തിന്നല്ലോ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ട് കാസിക്കുന്നത് പോലെ, മൃഗങ്ങള് കാസിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും കാസിക്കുകയാണ്. പച്ചിലയാണ് അവർ പറിച്ചു തിന്നത്. ഇലയുടെ മുകളിലൂടെ നടന്നുപോയ പുഴുക്കളെ പോലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തെടുത്ത് കടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ. ഇതൊക്കെ ഇസ്ലാമിന്റെ തുടക്കത്തിലാണെങ്കിൽ ലോകത്തിന്റെ നേതാവ് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 11ാമത്തെ ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. വീടിന്റെ മറു സൈഡിൽ നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്തേ വിളക്ക് കത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുന്നത് എന്തിനെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്കിനകത്തൊഴിക്കാനുള്ള എണ്ണയില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന്റെ തലേ ദിവസം നടന്ന സംഭവമാണ്. ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ്. എണ്ണയില്ലെന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞാല്
പ്രവാചകന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീവി മാറി നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. അവിടെന്ന് ചോദിച്ചു, ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എണ്ണയില്ല നബിയേ, ഈ വീടിനകത്ത് വിളക്കിലൊടിക്കാനുള്ള എണ്ണയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ സ്തുതിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഒരു ദിവസം വിശക്കുന്ന വയറോട് അല്ലാഹുവിന്റെ റസൂല് വീട്ടിൽ കയറി വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ എനിക്ക് വിശക്കുന്നു ആയിഷ, എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരുവോ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ഭക്ഷണം ചോദിക്കാറില്ല. ആയിഷ ബീവി നിന്ന് കരയുകയാണ്. തന്റെ ഭർത്താവ് വിശന്ന വയറോടെ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. വീടിനകത്ത് ഭക്ഷണമില്ലെന്ന് മനസ്സിലായി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തിരി കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുവോ ആയിഷ? എനിക്കല്പം കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുവോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ട് കൈ ഇങ്ങനെ മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ട് കരയുകയാണ്. കുടിക്കാൻ പച്ചവെള്ളം പോലും ഇല്ലാത്ത വീടിനെ കുറിച്ചൊന്ന് ചിന്തിക്കുവാ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, കരയല്ലേ ആയിഷ, ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി എന്ന് പറഞ്ഞാലിതാ അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാര് വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോയെന്ന് ഉസ്താദന്മാര് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കും, ഉസ്താദേ, കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവോ? ഇങ്ങനെയൊക്കെ പട്ടിണിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവി പറയുകയാണ്, ലൗകാന ഇന്ധനാദുഹന്, എന്റെ വീടിനകത്തെങ്ങാനും വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, മക്കളെ, പട്ടിണി എന്താണെന്ന് നിനക്കറിയുവോ? പട്ടിണി എന്ന് നാവ് കൊണ്ട് പറയുന്നവരാ, ജീവിതത്തിൽ പട്ടിണി എന്താണെന്ന് അനുഭവിക്കാത്തവരാ. എങ്കിലും പട്ടിണി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദിന്റെ നബവിയിലേക്ക് നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ, എന്റെ കാസർഗോഡ് ചെറുക്കളയിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുന്നിലൂടെ റസൂലുള്ളാഹി നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാ. രണ്ട് കുഞ്ഞുങ്ങള് വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീട്ടിൽ കയറിയിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, മക്കള് കിടന്ന് കരയുന്നു മോളെ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് കടന്നു ചെന്നു. സഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗിക്കുകയാണ്. പക്ഷേ ഫാത്തിമ ബീവിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിലാണ്. റസൂലുള്ളാഹി വീണ്ടും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, പാല് കൊടുക്കു പൊന്നുമോളെ. പിന്നെയും അല്ലാഹുവിന്റെ റസൂല് പ്രസംഗിച്ച് മൂന്നാമതും കരച്ചിലിന്റെ ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പിന്നെയും വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കു ഫാത്തിമ. നാലാമതും കരച്ചിലിന്റെ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാണ്. റസൂലുള്ളാഹി വല്ലാതെ ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ ദേഷ്യം വന്നു. വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ, ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ? ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ? നിന്റെ സ്വന്തം മക്കള് വിശന്ന് കിടന്ന് കരയുമ്പോ അവർക്കൊന്ന് പാല് കൊടുക്കാൻ പോലും നിനക്ക് മനസ്സില്ലേ ഫാത്തിമ? വഴക്ക് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂല് വഴക്ക് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാണ്. രണ്ട് കൈയുമെടുത്ത് മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയിലെന്ന് കരയുന്നത് കണ്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകര് സഹിക്കാൻ കഴിഞ്ഞില്ല.
അള്ളാന്റെ റസൂലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂൽ അടുത്ത് ചെന്നിട്ട് തന്റെ പൊന്നുമോളുടെ തലയിൽ കൈവച്ചിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ എന്തേ പൊന്നുമോളെ കരയുന്നത്? എന്തേ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കാത്തത്? ആ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായുപ്പാ, എന്റെ മക്കൾക്ക് പാല് കൊടുക്കാം. എന്റെ മാറിടമെടുത്ത് വായിൽ വെച്ച് കൊടുക്കുമ്പോ എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു വാപ്പാ. പട്ടിണി കിടന്ന് പച്ചവെള്ളവും കാരക്കയും തിന്ന് അവസാനം അതുപോലും തീർന്നു പോയിട്ട് അല്ലാഹുവേ മാറിടത്തിലെ പാല് പറ്റിയിട്ട് രക്തമിങ്ങനെ ഒലിക്കുകയാണ്. റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഒരു വാപ്പയല്ലേ തന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ പാലിന് പകരം രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ട് പിഞ്ചുമക്കള് കടന്ന് വിശന്ന് കടന്ന് കരഞ്ഞ് തളർന്നു കിടക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങുകയാ. അള്ളാന്റെ റസൂല് വീടിനകത്ത് നിന്നിറങ്ങുകയാ. എന്നിട്ട് മരുഭൂമിയിലൂടെ തലകുനിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എത്രയോ ദൂരം ഇങ്ങനെ നടന്നു. നടന്ന് അവസാനം അല്ലാഹുവിന്റെ റസൂൽ ഒരു അറാബിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ഒരു അറാബിയായ മനുഷ്യന്റെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. അറാബിക്കറിയില്ല ഈ വരുന്നത് അള്ളാന്റെ റസൂലാണെന്ന്. അറാബിക്കറിയില്ല. അള്ളാന്റെ റസൂൽ അറാബിയോട് ചോദിക്കുന്നു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? അറാബി പറയുകയാ, ഈ കാണുന്ന ഈന്തപ്പന തോട്ടമുണ്ടല്ലോ, വെള്ളം കോരിയിട്ട് നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം ഞാൻ 3 കാരക്ക കൂലി തരാ. അള്ളാന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയം കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാന്റെ റസൂല് വെള്ളം കോരുകയാ. അള്ളാന്റെ പ്രവാചകന് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് വെള്ളം കോരുകയാണ്. ഒരു തൊട്ടി വെള്ളം കോരി മരങ്ങളെ നനച്ചു. രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി. പടച്ചവരെ 4ാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ് കയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റില് വീണുപോയി. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണുപോയി. അറാബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അറാബി അള്ളാന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തെ കടിച്ചു. അള്ളാന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുത്തിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. അറാബി അത്ഭുതത്തോടെ നോക്കുകയാണ്. അള്ളാന്റെ റസൂലൊന്നും ദേഷ്യപ്പെട്ടത് പോലുമില്ല. അള്ളാന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. റസൂലുള്ളാന്റെ മുഖം ഇങ്ങനെ ചുമന്നു തുടത്ത് കിടക്കുകയാണ്. അറാബി 9 കാരക്കയെടുത്ത് അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ തന്നെ തല്ലിയ തന്റെ യജമാനന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാന്റെ റസൂല് ചിരിക്കുകയാണ്. 9 കാരക്ക തയ്യന്റെ കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ഓടുകയാ. മരുഭൂമിയിലൂടെ ഓടി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തളർന്നു കിടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂല് കാരക്ക പൊളിച്ചിട്ട് മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അല്ലാഹുവേ ഭക്ഷണം കിട്ടിയ ആർത്തിയോടെ 2 മക്കളിങ്ങനെ വലിച്ചു വാരി തിന്നുകയാ. അല്ലാഹുവേ ബിരിയാണിയല്ല തിന്നുന്നത്, വയറ് നിറച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. റസൂലുള്ള കൊണ്ടുകൊടുത്ത കാരക്ക ഇങ്ങനെ 2 മക്കള് തിന്നുകയാ. അവസാനം തന്റെ കയ്യിൽ കുറച്ച് കാരക്ക ബാക്കി വന്നു. തന്റെ മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി അടുത്തേക്ക് വിളിക്കുന്നു, മോളെ ഫാത്തിമ
ഫാത്തിമ. അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോളുടെ കയ്യിലേക്ക് ബാക്കി വന്ന കാരക്കയെടുത്ത് വെച്ചു കൊടുക്കുമ്പോ റസൂലുള്ള മുഖം ഇങ്ങനെ താഴ്ത്തി പിടിക്കുകയാ. ഫാത്തിമയ്ക്ക് സംശയം തോന്നി. ഉപ്പാന്റെ മുഖം ഇങ്ങനെ ഉയർത്തുമ്പോ അടികൊണ്ട പാടിങ്ങനെ റസൂലുള്ളയുടെ മുഖത്ത് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് അറാബി തല്ലിയതിന്റെ അടയാളം കാണുകയാ. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, വാപ്പാ ആരാണ് എന്റെ ഉപ്പനെ തല്ലിയത്? എന്റെ ഉപ്പയാരാണ് തല്ലിയത്? റസൂലുള്ള തന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ എന്റെ കയ്യിൽ നിന്ന് തൊട്ടി അറിയാതെ കിണറ്റിൽ വീണപ്പോ എന്റെ യജമാനൻ തല്ലിയതാ ഫാത്തിമ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു പട്ടിണി എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? എത്ര ശുക്ർ ചെയ്താലാ മതി വരിക? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം വൽജൂ, വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണം നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് തന്നെ ഖബറടപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സ്വന്തം മക്കളുടെ മയ്യത്ത് നമ്മളെ കൊണ്ട് തന്നെ അല്ലാഹു ഖബറടപ്പിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 7 മക്കളുടെ മയ്യത്ത് ഖബറടക്കിയത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 7 മക്കളുടെ മയ്യത്ത് ഖബറടക്കിയ വാപ്പയാ. അല്ലാഹുവേ, നമുക്കൊക്കെ ഒരെണ്ണം പോയാൽ പറ്റുമോ? നമ്മുടെ മക്കൾ മരിക്കണ്ട ഒരു രോഗം വന്നാ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 7 മക്കളുടെ മയ്യത്തല്ലേ ഖബറടക്കിയത്. എന്റെ പ്രിയമുള്ളവരെ, ബദർ യുദ്ധം കഴിഞ്ഞ് വരികയാണ്. 313 സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്തു ജയിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ സന്തോഷത്തോടെ പ്രവാചകൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞ് ജയിച്ചിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ എന്തേ ആയിഷ കരയുന്നത്? എന്തേ ആയിഷ കരയുന്നത്? യാ റസൂലല്ലാഹ്, റുഖിയ മോളുടെ മയ്യത്ത് ഖബറടക്കാ കൊണ്ടുപോയി നബിയേ, ജന്നത്തിൽ ബഖയിലേക്ക് പോകു നബിയേ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ജയിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് കേൾക്കുന്നത് തന്റെ പൊന്നുമോള് റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ മരിച്ചിട്ട് മയ്യത്ത് ഖബറടക്കാ കൊണ്ടുപോയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ജന്നത്തിൽ ബഖയിലേക്ക് ഓടുകയാണ്. റസൂലുള്ളാഹ് ഓടി ചെല്ലുമ്പോ സഹാബത്ത് മുഴുവനും ഖബറിനകത്തേക്ക് മണ്ണ് വാരിയിടുകയാ. സഹാബത്ത് മുഴുവനും ഖബറിനകത്തേക്ക് മണ്ണ് വാരിയിടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ സഹാബത്ത് മുഴുവനും മാറി നിന്നു. ഉസ്മാന് തങ്ങളെ ചോദിക്കുന്നു, നബിയേ മോളെ കാണണോ നബിയേ, മോളെ കാണണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് 3 പിടി മണ്ണ് വാരിയിട്ട് തന്റെ പൊന്നുമോളുടെ നെഞ്ചത്തേക്ക് വാരിയിടുകയാ. തന്റെ പൊന്നുമോളെ ഒന്ന് കാണാ പോലും കഴിയുന്നില്ലല്ലോ. 7 മക്കളുടെ മയ്യത്ത് ഖബറടക്കിയ വാപ്പയാട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് കഴിയുവോ? നമ്മുടെ മക്കളെങ്ങാനും മരണപ്പെട്ടു പോയാ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുവോ? എന്റെ പ്രിയമുള്ളവരെ, ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, ഞാനൊരു മയ്യത്ത് കണ്ട ചെറുപ്പക്കാരാ, ഞാനൊരു വാപ്പയെയും ഉമ്മയെയും കണ്ട പൊന്നുമോനെ, ഞാൻ പഠിച്ച കടുവാ പള്ളിയുടെ ചാരത്ത് എനിക്കറിയുന്ന ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദുണ്ട്. അല്ലാഹുവേ, ആ ഉസ്താദിന്റെ മൂത്ത മകൻ മൂവാറ്റുപുഴയില്
ബദരിയ എന്ന് പറയുന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, ഞായറാഴ്ച വൈകിട്ട് പടച്ചവരെ തന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി അവസാനം വീടിന്റെ ചാരത്തുള്ള ഒരു പുഴയിലേക്ക് കുളിക്കാനിറങ്ങിയതാ. അല്ലാഹുവേ, ഇർഷാദ് എന്ന് പറയുന്ന 18 വയസ്സുള്ള പൊന്നുപൂര് അല്ലാഹുവേ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച മഗ്രിബിന്റെ സമയമായപ്പോ കടുവാ പള്ളിക്കകത്ത് എന്ത് തിരക്കായിരുന്നെന്നറിയോ? ഇർഷാദ് എന്ന് പറയുന്ന പൊന്നുമകന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കടുവാ പള്ളിക്കകത്ത് വെച്ചപ്പോ ആയിരക്കണക്കിന് ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, ആഫുലീങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം ആ പൊന്നുപോന്റെ മയ്യത്തെടുത്ത് വെച്ചിട്ട് മയ്യത്ത് നമസ്കാരത്തിന് കയറി നിന്നിട്ട് അവന്റെ പ്രിയപ്പെട്ട വാപ്പ ഒരു പ്രസംഗം നടത്തി. സ്വന്തം മകന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ, ഈമാനുള്ളവർക്കല്ലാതെ അത് പറയാൻ കഴിയില്ല. തന്റെ പൊന്നുമോന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ആ പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നു, 18 കൊല്ലം അല്ലാഹു എനിക്കൊരു ഭാഗ്യം തന്നു, എനിക്കും എന്റെ ഭാര്യയ്ക്കും അല്ലാഹു 18 കൊല്ലം ഒരു ഭാഗ്യം തന്നു. ഒരു ഷഹീദിനെ വളർത്താൻ അല്ലാഹു എനിക്ക് ആയുസ് തന്നു. എന്റെ പൊന്നുമോന് 2 ഷഹീദിന്റെ കൂലിയാണല്ലോ, എന്റെ പൊന്നുമോന് 2 ഷഹീദിന്റെ കൂലിയാണല്ലോ. ഒന്നാമത്തെ ഭാഗ്യമെന്ത്? ഇൽമു പഠിക്കാൻ പോയ വഴിയിലാ എന്റെ പൊന്നുമോന് മരിച്ചു പോയത്. ഇൽമു പഠിക്കാൻ പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവന് ഷഹീദാകാ ഭാഗ്യം കൊടുത്തല്ലോ. രണ്ടാമത്തെ ഭാഗ്യമെന്ത്? എന്റെ പൊന്നുമോന് വെള്ളത്തിൽ മുങ്ങിയാണല്ലോ മരിച്ചു പോയത്. എന്റെ പൊന്നുമോന് വെള്ളത്തിൽ മുങ്ങിയാണല്ലോ മരിച്ചു പോയത്. വെള്ളത്തിൽ മുങ്ങി മരിച്ച അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പ തന്റെ പൊന്നുമോന്റെ മയ്യത്ത് വെച്ചിട്ട് പ്രസംഗിക്കുകയാ. ആ പൊന്നുമോന്റെ ഉമ്മ അവനെ യാത്രയാക്കിയത് എങ്ങനെയെന്നറിയുവോ? ആ പ്രിയപ്പെട്ട പൊന്നുമോന് 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മ എങ്ങനെയാ യാത്രയാക്കിയതെന്നറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഉമ്മയെന്ന് പറഞ്ഞാൽ എങ്ങനെയാകണം മോളെ? ഉമ്മയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മുടങ്ങാതെ നോമ്പ് പിടിക്കുന്ന ഉമ്മയാണ്. അല്ലാഹുവേ, പടച്ചവരെ, ഞായറാഴ്ച വൈകിട്ട് തന്റെ പൊന്നുമോ മരിച്ചു. അല്ലാഹുവേ, ഉമ്മ രാവിലെ എഴുന്നേൽക്കുകയാ. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കുന്ന പെങ്ങളാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് ആ ഉമ്മ നിയ്യത്ത് ചെയ്യുന്നു, അല്ലാ, എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയാണല്ലോ നോമ്പ് പിടിക്കുന്നത്. പക്ഷേ ഇന്നത്തെ നോമ്പ് എന്റെ മോന് വേണ്ടിയാകട്ടെ. മരിച്ചു കിടക്കുന്ന തന്റെ പൊന്നുമോന് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് സുന്നത്ത് നോമ്പ് പിടിക്കുകയാ. അല്ലാഹുവേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ തന്റെ പൊന്നുമോന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ പടച്ചവരെ, സ്വന്തം മകന് വേണ്ടി പിടിച്ച നോമ്പും മുറിക്കുകയാ. സ്വന്തം മകനെ കബറിലേക്ക് വിടുമ്പോ നോമ്പ് പിടിച്ചിട്ട് യാത്രയാക്കിയ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, താങ്ങാ കഴിയുമോ? അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നൗഷാദ് ബാക്കവി ഉസ്താദ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരണപ്പെട്ടല്ലോ. അല്ലാഹുവേ, പടച്ചവരെ, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവസാനം തന്റെ പൊന്നുമോന്റെ മയ്യത്ത് കുളിപ്പിച്ചു. അവിടെ ഞാനുണ്ടായിരുന്നു. പടച്ചവരെ, മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ തന്റെ പൊന്നുമോനെ ഒന്ന് കാണാ പ്രിയപ്പെട്ട ഉമ്മാനെ കൊണ്ടുവന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ട് ഉസ്താദ് പറയുന്നു, മോനെ, കാക്ക സ്വർഗത്തിലേക്ക് പോകുകയാണ്. മോനെ, കാക്ക സ്വർഗത്തിലാ. ഇനി ഇക്കാനെ കുറിച്ച് ചോദിക്കല്ലേ, ഇക്ക സ്വർഗത്തിലാ. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ പറയണമെങ്കിൽ ഈമാനുള്ളവർക്കല്ലാതെ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹ് ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പരീക്ഷണമേതെന്നറിയുമോ? ആ മനുഷ്യനെ കൊണ്ട് സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ച റബ്ബേ, അങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്.
രാവിലെ കവളിലും മതന്ന് ചിരിക്കുന്ന മുഖത്തോട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ കാക്കടേ അല്ലാ. വെട്ടിക്കീറി ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ല റബ്ബേ. പടച്ചവരെ, ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്നുറങ്ങിയ മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണം. മക്കള് മരിച്ചവരൊക്കെ ഉണ്ടാകാം, മക്കള് മരിച്ചവരൊക്കെ ഉണ്ടാകാം. പറ ഉപ്പ അൽഹംദുലില്ലാ, അള്ളാഹ് നിനക്ക് ഭാഗ്യം തന്നില്ലേ. നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്റെ മക്കള് നിന്നെ കാത്തിരിക്കുക, കൊണ്ടുപോകാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന നാലാമത്തെ പരീക്ഷണം. സമയമുണ്ടോ? നിർത്താറായ? പിരിവൊന്നും ഇല്ലല്ലോ. ചെറുക്കളയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിരിവില്ല, ബക്കറ്റ് പിരിവില്ലല്ലോ. അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാരും വയത് പൈസയ്ക്ക് വേണ്ടിയൊക്കെയാണ് വയത്. ഇവിടെ അതില്ല. ഇവിടെ പൈസയില്ല, ബക്കറ്റ് കളക്ഷനും പോലില്ല, പോക്കറ്റ് സേഫ്റ്റിയാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറു ബറക്കത്തും നമുക്കൊക്കെ ചൊരിഞ്ഞു തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാലാമത്തെ പരീക്ഷണം. കമീസ് ഇട്ടിട്ട് ആദ്യമായിട്ടാ വഴുത് പറയണേ. നല്ല ചൂട്. കാരണം ഞാൻ ബഹ്റൈനിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരിക, ഇടാനുള്ള വസ്ത്രം പോലും ഇല്ലതുകൊണ്ട്. ഇന്നലെ 2 ദിവസമായിട്ട് ബഹ്റൈനിലായിരുന്നപ്പോ ഇങ്ങനെ വന്നപ്പോ വസ്ത്രം എൻ്റെ കയ്യിലില്ല. അപ്പൊ ഉള്ളത് കൊണ്ടിങ്ങനെ മാഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാലാമത്തെ പരീക്ഷണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന നാലാമത്തെ പരീക്ഷണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന നാലാമത്തെ പരീക്ഷണം, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ടവനെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് കച്ചവടമൊക്കെ പെട്ടെന്ന് നഷ്ടത്തിലായിട്ട് നിനക്ക് ദാരിദ്ര്യം, കടങ്ങൾ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഇപ്പൊ പറയണത് ആരോ അടുത്ത കടക്കാരന്റെ ഫ്രാക്ക് കാരണം പൊട്ടിയതാ നമ്മൾ വിചാരിക്കണം. ഓൻ എന്തോ ചെയ്തു വെച്ചത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1000-500 നിരോധിച്ചപ്പോ എല്ലാരും നരേന്ദ്രമോദിയെ കുറ്റം പറയണേ. എന്തിനാ ഓനെ കുറ്റം പറയണേ? ഓനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഓനെ കുറ്റം പറഞ്ഞ ഒന്നും കിട്ടാനില്ല. നമ്മുടെ വിധിയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാമ്പത്തിക ഞെരുക്കം തന്ന അള്ളാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളെ കുറ്റം പറഞ്ഞാൽ മതി, അദ്ദേഹത്തെ കുറ്റം പറയണ്ട. കാരണം എന്തേ? നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. ഒരു 2 നില വീടുണ്ടെന്ന്, ഇപ്പൊ ഇങ്ങനെ നല്ല 2 നിലയുള്ള ഒരു വീടിന്റെ അലമാരിക്കകത്ത് 500-1000 കെട്ടുകൾ കെട്ടി വെച്ചിരിക്കുക. അപ്പോഴാണ് പള്ളി കമ്മിറ്റിക്കാര് പോയിട്ട് പറയുന്ന, ഒരു 30 വയസ്സായ ഒരു എത്തിയുമായ പെൺകുട്ടിയുണ്ട്, കെട്ടിക്കാനാ വല്ലതും തരൂ. ഈ മനുഷ്യൻ ഇങ്ങനെ തപ്പും. അല്ലെങ്കിൽ അകത്ത് പോയിട്ട് ഒരു 500 നോട്ട് കൂടി അത്രയുള്ളു, ഒരു 500 അല്ലെങ്കിൽ 1000 നോട്ട് എടുത്തുകൊണ്ട് വന്നാൽ വലിയ പുണ്യം. എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കാണുന്ന മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് പറയും, ഇതേ എന്റെ കയ്യിലുള്ളൂ, ഒന്നുമില്ല. വീടിന്റെ അലമാരിക്കകത്ത് ലക്ഷങ്ങൾ വെച്ചിട്ട് പറഞ്ഞ വാക്കെന്ത്? എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീ 10 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു, അള്ളാഹു നിന്നെ അങ്ങനെ തന്നെ ആക്കി. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് പറഞ്ഞാക്കിയതാ. കയ്യിൽ വെച്ചിട്ടില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞു, അള്ളാഹു നിന്നെ ഇല്ലാതാക്കി. ഇനിയും പറഞ്ഞ ഇപ്പം കുറച്ചെങ്കിലും കിട്ടും. ഇപ്പൊ 24,000 30,000 കിട്ടും. ഇനിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ യത്തീംഖാനയിലാക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമ്പത്ത് അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോ സ്വന്തം കാലിന്റെ അടിയിൽ കിടന്ന ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്ക് വീടുണ്ട്, വാഹനമുണ്ട്, വാടകയ്ക്കെങ്കിലും വീടുണ്ട്. അള്ളാഹുവിന്റെ റസൂലും മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോ 1 സെന്റ് പോയിട്ട്, വാടക വീട് പോയിട്ട്, തന്റെ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാരും വിചാരിച്ചിരിക്കുന്നത് പണം ഒരു അനുഗ്രഹമാണ്. നല്ല ചങ്ങായിമാരെ, പണം അനുഗ്രഹമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്,
എന്റെ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകന് സുലൈമാൻ നബിയാ. കാരണം അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത പ്രവാചകനാണ്. അതിനെക്കുറിച്ച് കണക്ക് പറഞ്ഞിട്ടാണ് അവസാനം കിടക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുതൽ റളിയല്ലാഹു തആല അൻഹു ലക്ഷക്കണക്കിന് സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനുണ്ടല്ലോ. ഈ സഹാബത്തിൽ നിന്ന് ഏറ്റവും അവസാന സ്വർഗത്തിൽ കിടക്കുന്ന സഹാബി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. മുട്ടുകാലിലെഴഞ്ഞാ വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ താമസിച്ചത്? യാ റസൂലല്ലാഹ്, നിന്ന് പറഞ്ഞു നബിയേ, ഇരുന്ന് പറഞ്ഞു നബിയേ, കടന്നു പറഞ്ഞു നബിയേ, നടക്കാൻ കഴിയാതെ മുട്ടുകാലിലിടഞ്ഞ് സ്വർഗത്തിൽ വരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ചെറുക്കലയിലെ ഒരു പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്നിട്ട്, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവന് സ്വർഗത്തിൽ കിടന്ന് 50,000 കൊല്ലം കഴിഞ്ഞ് പണക്കാരൻ സ്വർഗം കാണൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പണത്തിന്റെ പുറകെ കിടന്ന് നെട്ടോട്ടമോടുന്ന കാലമാണ്. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ. അത് മോഷ്ടിച്ചിട്ടാകട്ടെ, ബാങ്ക് കൊള്ളയടിച്ചിട്ടാകട്ടെ, പിടിച്ചുപറിച്ചിട്ടാകട്ടെ, കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ, വ്യഭിചാരം നടത്തിയിട്ടാകട്ടെ, പലിശ നടത്തിയിട്ടാകട്ടെ. പടച്ചവരെ, ഇന്ന് കഞ്ചാവിന്റെ കച്ചവടമാണല്ലോ ഏറ്റവും എളുപ്പം പണമുണ്ടാക്കാ. അല്ലാഹുവേ, എങ്ങനെയും പണമുണ്ടാക്കണം. കൊട്ടേഷൻ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പണത്തിന്റെ പുറകെ കിടന്നു നെട്ടോട്ടമോടുന്നവരോട്, എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തി വേണ്ട. ഏത് വഴിയിലൂടെയും സമ്പാദിക്കണമെന്ന് പറഞ്ഞു നെട്ടോട്ടമോടുന്ന എന്റെ മുസ്ലിമിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ആരുടെയെങ്കിലും വീട്ടില് 2 തെറ്റുകളുണ്ടെങ്കിൽ അവന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ഈ പറയുന്ന 2 തെറ്റ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ തിരുത്തടേ, നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തടേ. ഇല്ലെങ്കിൽ നിന്റെ പിഞ്ചുമക്കൾ ചെറുപ്രായത്തിലെ യതീമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട്, പൊന്നുമോളെ, ഈ പറയുന്ന തെറ്റുകൾ നിനക്കോ നിന്റെ ഭർത്താവിനോ ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് തിരുത്തി കൊടുക്കടേ, ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് തിരുത്തി കൊടുക്കടേ. അങ്ങനെ തിരുത്തി കൊടുക്കാതെ നീയും കൂടെ നിന്നാ ചെറുപ്രായത്തിലെ നീ വിധവയായി പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 തെറ്റുകൾ ഞാൻ പറയാം. ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തൂലേ? തിരുത്താൻ നിയത്ത് ചെയ്യുന്നവർ കൈവക്ക്. 2 തെറ്റുകൾ പൊക്കിക്കോ. നിന്റെ കാര്യത്തിലാ തീരുമാനം. കാരണം ഹദീസിന്റെ താഴോട്ടൊക്കെ നോക്കുമ്പോ കാണാം, വീട്ടുകാരന്റെ ആയുസ് കുറയും. നിന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ല, നീ പോകുന്നു. വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 തെറ്റുകൾ. ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അള്ളാഹുവേ, ഏത് വഴിയിലും പണം വേണമെന്ന് പറഞ്ഞ് ഹറാമും ഹലാലും നോക്കാതെ നെട്ടോട്ടുമോടുന്ന എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പലിശക്കെടുക്കുന്നവരുണ്ടല്ലോ, കള്ള് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, പെട്ടെന്ന് പണക്കാരനാകാൻ ലോട്ടറി എടുക്കുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ നീ വാരിക്കൂട്ടിയാൽ സുഖിക്കാനുള്ള യോഗം നിനക്കില്ല പൊന്നുമോരെ. നീ നേരത്തെ പോകേണ്ടി വരും ചെറുപ്പക്കാരാ, നീ നേരത്തെ പോകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവിന് ഈ സ്വഭാവമുണ്ടെങ്കിൽ ഹറാമായ സമ്പത്താട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന
വരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു പെണ്ണ് സ്വർഗത്തിലാ, ഒരു പെണ്ണ് സ്വർഗത്തിലാ. ഏത് പെണ്ണെന്നറിയുമോ? രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവളല്ല, ഖുർആൻ ഓതുന്നവളല്ല, ലക്ഷക്കണക്കിന് ദിക്റുകൾ പറയുന്നവളല്ല. ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇക്കാ ഇന്ന് വൈകുന്നേര സമയത്ത് വെറുങ്കയോടെ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, ഹറാമിന്റെ പൈസയും കൊണ്ട് വീട്ടിലേക്ക് കയറി വരല്ലേ എന്ന് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യ പറയുവോ? ഏതെങ്കിലും ഒരു പെണ്ണ് പറയുവോ? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തികളെ ചെറുപ്പക്കാരാ, പണം കൂടിക്കഴിഞ്ഞാ പിന്നെ ആർഭാട വിവാഹങ്ങളാണല്ലോ. എന്തെല്ലാം പേക്കൂത്തുകളാ, എന്തെല്ലാം പേക്കൂത്തുകളാ. അല്ലാഹു തന്ന സമ്പത്ത് അതൊരു പരീക്ഷണ വസ്തുവാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മക്കളുടെ കല്യാണത്തിന് സ്വർണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ആർഭാടങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ അതിരുകടന്നു പോകുന്നല്ലോ. എന്തെല്ലാം അനാചാരങ്ങളാണ് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, പൊന്നുമോരെ, പണത്തിനോടുള്ള ആർത്തി കളഞ്ഞിട്ട് നല്ല ജീവിതത്തിലേക്ക് കടക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റസൂലുള്ളാഹിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. റസൂലുള്ളാഹി കരയുകയാ. ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വലിക്കുകയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി മിസ്അബിനെ നോക്കിയിട്ട് കരയുകയാണ്. മിസ്അബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയെ കരയുന്നത്? എന്തിനാ നബിയെ കരയുന്നത്? മിസ്അബേ, നിന്നെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞു പോയതാ, നിന്റെ പഴയകാലം ഓർത്തിട്ട് കരഞ്ഞു പോയതാ. അല്ലാഹുവേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? ചെറുപ്പക്കാരാ, മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാ ധരിച്ചിരുന്നത്. കുതിരയുടെ മുകളിൽ ഇങ്ങനെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. അവസാനം മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവസാനം തന്റെ പ്രിയപ്പെട്ട ഉമ്മയറിഞ്ഞു. വീടിനകത്ത് കെട്ടിക്കിടുകയാണ്, പട്ടിണിക്കിടുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും അവസാനം മടങ്ങുന്നില്ല. അവസാനം എന്ത് ചെയ്തിട്ടും തന്റെ പൊന്നുമകൻ മടങ്ങാതെ വന്നപ്പോ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വെളിയിലിറങ്ങി. ആ സമയത്ത് അവസാനമായിട്ട് ഉമ്മ പറയുന്നു, മിസ്അബേ, ഇവിടെ നിന്നിറങ്ങിപ്പോയോ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരൂല. എനിക്കൊരുപാട് സമ്പത്തുണ്ട് മിസ്അബേ, ഈ മക്കയുടെ പകുതിയും എന്റെതാ മിസ്അബേ. മിസ്അബിന്റെ ഉമ്മ പറയുകയാണ്, ഈ മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുപോലെ. ഇവിടെ നിന്നിറങ്ങിപ്പോയാ ഒരു രൂപ പോലും നിനക്ക് തരില്ലെന്ന് പറയുമ്പോ ഇട്ടിരുന്ന കമീസൂരിയട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട്, ഇമ്മാ, ഇത് നിങ്ങളുടെ സമ്പാദ്യമാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ ഇറങ്ങി പോകുമ്പോ മിസ്അബിന്റെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നു, മിസ്അബേ, നീ നശിച്ചു പോകട്ടടാ, ഇനി നീ എന്നെ ഉമ്മ എന്ന് പോലും വിളിക്കല്ലേ, ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാവരല്ലേ. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്തിനെന്നറിയുമോ? സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്തിരുന്ന വസ്ത്രം ധരിച്ചു നടന്ന മക്കയിലെ കോടീശ്വരന്റെ മകനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്, ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. ആ പുതപ്പിന്റെ കോലം എന്തെന്നറിയുമോ? ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാണ്.
ആകെ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. 62 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ. ഇനി തയ്ക്കാ സ്ഥലമില്ല. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മിസ്സബേ എന്ത് കോലമാ മിസ്സബേ, എന്ത് കോലമാ മിസ്സബേ? യാ റസൂലല്ലാഹ്, ഓരോ സ്ഥലം കീറുമ്പോഴും തച്ചു വെക്കാ വല്ലാത്ത സന്തോഷവാരബിയേ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയുമോ? മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കാരാ, നാളെ സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാരാ. അല്ലാഹുവേ, ഉഹദിന്റെ രണാകണത്തിൽ യുദ്ധം കഴിഞ്ഞു, മയ്യത്ത് കഫം പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഒരു ജനാസ കയ്യിൽ പിടിച്ചുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഒരു ജനാസ കയ്യിൽ പിടിച്ചിട്ട് സഹാബത്ത് പൊട്ടി കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരുടെ മയ്യത്താ? യാ റസൂലല്ലാഹ്, മിസ്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്താ നബിയേ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത് നബിയേ? മയ്യത്ത് പൊതിയാ തുണി തികയില്ല നബിയേ. സ്വർണ്ണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാര്, പൊന്നുമോനെ മയ്യത്ത് പൊതിയാ തുണിയില്ല ചെറുപ്പക്കാരാ. തലമറയ്ക്കുമ്പോ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോ തലവെളിയിലാണ്. പടച്ചവനെ, അവസാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് തലമറച്ചിട്ട് പൊതി സഹാബാ. അവസാന തുണി കൊണ്ട് തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു. 2 കാലും വെളിയിൽ കിടക്കുകയാ, 2 കാലും വെളിയിൽ കിടക്കുകയാ. തുണിയില്ലല്ലോ, കഫം പൊതിയാ തുണിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പുല്ല് പറിച്ചു കൊണ്ടുവരാറ്, പുല്ല് പറിച്ചു കൊണ്ടുവരാ. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് മിസബെന്ന ചെറുപ്പക്കാരന്റെ കാലിൽ വെച്ച് കെട്ടുകയാണ്. അവസാന നമസ്കാരം കഴിഞ്ഞു. മയ്യത്ത് കബറിനകത്തിറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടങ്ങടിഞ്ഞുപോയി, പുല്ലടിഞ്ഞ് കബറിനകത്ത് വീടുപോയി. കാല് രണ്ടും വെളിയിൽ കാണുകയാണ്. സഹാബത്ത് മുഴുവനും കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരയാ തുടങ്ങി. എല്ലാവരും കബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ പണത്തിന്റെ പുറകെ നെട്ടോട്ടമോടുന്ന യുവത്വേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കബറിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ല വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ ഇങ്ങനെ മരിക്കണം ബാപ്പാ. ചെറുപ്പക്കാരാ, മരിച്ചാ ഇതുപോലെ മരിക്കണം പോരെ. തന്റെ ജീവിതവും തന്റെ സമ്പത്തും അല്ലാഹു കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയിട്ട് സ്വർഗം കണ്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് പണത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. മരിക്കണ്ടേ വാപ്പാ, മരിക്കണ്ടേ പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹിന് ബോധം വന്നപ്പോ അവിടെന്ന് വിളിക്കുന്നു, ആയിഷ, ആയിഷ, ആയിഷ. അല്ലാഹുവിന്റെ റസൂല് കിടന്ന് ആയിഷ ബീവിയെ വിളിക്കുകയാണ്. ആയിഷ ബീവി ഓടി അടുത്തേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നുണ്ട് ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് വാ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല 6 7 ദിർഹം എടുത്തുകൊണ്ട് വന്ന് റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. റസൂലുള്ളാഹ് കരയുകയാ, കണ്ണ് നിറയുകയാണ്. ആകെയുള്ള സമ്പാദ്യം കയ്യിൽ വെച്ചിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ എന്തിനാ കരയുന്നത്? ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാനങ്ങ് മരിച്ചു പോകുന്നതെങ്കിലോ. ആകെയുള്ളതാരേ 6 ദിർഹം, ഇതെന്റെ കയ്യിലിരിക്കുമ്പോഴാ ഞാൻ മരിക്കുന്നതെങ്കിലോ നശിച്ചു പോയല്ലോ ആയിഷ. അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ രക്ഷപ്പെടില്ലല്ലോ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ കണ്ണടയുന്നതിന് മുമ്പേ കൊണ്ടു കൊടുക്ക ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു
റളിയല്ലാഹു തആല ആകെ കയ്യിലിരുന്ന് 6 ദിർഹം എടുത്തുകൊണ്ട് സദഖ കൊടുക്കുകയാണ്. 1 രൂപ പോലും സ്വന്തമില്ലാതെ ആ ലോകത്തിന്റെ നേതാവ് പോയത്. ഒരു 5 നയാ പൈസ പോലും അള്ളാന്റെ റസൂലിന്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ജീവിച്ച പ്രവാചകന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു? ആകെയുള്ളത് പോലും വീടിനകത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണ പോലുമില്ലാതെ പട്ടിണി കിടന്നിട്ട് റബ്ബേ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞ പ്രവാചകന്റെ അവസ്ഥ എന്താ? റബീഉൽ അവ്വൽ 12 രോഗം പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളെ വീടിനകത്ത് കിടക്കുകയാ. പെട്ടെന്ന് പ്രവാചകന് രോഗം കൂടി. ആയിഷ ബീബി ഒരു സൈഡിലുണ്ട്, ഫാത്തിമ ബീബി ഒരു സൈഡിലുണ്ട്. രണ്ടുപേരും ഇരുന്ന് കരയുകയാ. റസൂലുള്ള ബോധമില്ലാതെ കിടക്കുകയാ. അങ്ങനെ രണ്ടുപേരും വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതിലൊന്ന് തുറക്കുമോ? റസൂലുള്ളാഹിന്റെ കുടുംബമേ വാതിലൊന്ന് തുറക്കുമോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വിളിച്ചു പറയുകയാ, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, സംസാരിക്കാൻ കഴിയില്ല, എഴുന്നേക്കാൻ കഴിയില്ല. എന്റെ വാപ്പയ്ക്ക് രോഗം കൂടിയിട്ട് കിടക്കുകയാണ്. നിങ്ങളൊന്ന് പോയിട്ട് പിന്നെ ഇന്ന് വരുവോ? നിങ്ങൾ പോയിട്ട് പിന്നെ ഇന്ന് വരുവോ? കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറയുകയാണ്. ഫാത്തിമ ബീബി അപ്പോഴും ഇതുപോലെ വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് രോഗമാ, എന്റെ ഉപ്പാന് സുഖമില്ല, പോയിട്ട് പിന്നെ വാ. കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിൽ സലാം പറയുകയാണ്. റസൂലുള്ള ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ആരാ മോളെ സലാം പറയുന്നത്? ആരാ മോളെ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ. ഈ നാട്ടുകാരനല്ല വാപ്പാ, ഇന്ന് വരെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ വാതിൽ തുറക്കുമോളെ, വാതിൽ തുറക്കുമോളെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വാതിൽ തുറക്കുമ്പോ കടന്നു വന്നതാരാ? മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കയറി വന്ന അസ്റായീലിനെ കണ്ടിട്ട് ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുപോലെ പോലെ കരഞ്ഞു പോയെങ്കിലോ, ഫാത്തിമ ബീബി പോലും പേടിച്ചു പോയെങ്കിലോ, കാണണ്ടേ ചെറുപ്പക്കാരാ, കാണണ്ടേ വാപ്പാ, നമ്മുടെ മുന്നിലും വരുമല്ലോ, നമ്മുടെ മുന്നിലും വരുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അസ്റായീൽ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അസ്റായീലേ, എന്നെ കാണാൻ വന്നതാണോ? എന്നെ കാണാൻ വന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാൻ വന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്റായീലേ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായീൽ, എനിക്ക് ജിബ്രീലിനെ വന്ന് കാണണം അസ്റായീൽ. അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ ജിബ്രീലേ, ഞാൻ കരഞ്ഞപ്പോഴും ചിരിച്ചപ്പോഴും എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലോ, നീ എന്റെ കൂട്ടുകാരനാണല്ലോ, എന്റെ അവസാനമായി എന്നെ നീയൊന്ന് യാത്രയാക്കാൻ വരാത്തത്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ കിടപ്പ് കാണാ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എനിക്ക് സന്തോഷത്തോടെ പോകണം ജിബ്രീൽ, എനിക്ക് സമാധാനത്തോടെ മരിക്കണം ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, നബിയേ,
അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, അവന്റെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് 1 സെക്കൻഡ് മുമ്പ് ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറഞ്ഞ അല്ലാഹു അവര് പുറത്തു കൊടുക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റൂഹ് പിടിക്ക ഇസ്രായീൽ, എനിക്ക് സന്തോഷമായ ഇസ്രായീൽ. ഇസ്രായീൽ അലൈഹിസ്സലാം കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. പടച്ചവരെ, വേദന സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും കിടക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. ശരീരം മുഴുവനും വിയർക്കുകയാണ്. വല്ലാത്ത വേദനയാ, വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ഇസ്രായീലേ, ഒന്ന് പതുക്കെ പിടിക്കുവോ ഇസ്രായീൽ, എന്നെ കൊണ്ട് സഹിക്കുന്നില്ല ഇസ്രായീൽ, എനിക്ക് വേദനിക്കുന്നു ഇസ്രായീൽ, എനിക്ക് വേദനിക്കുന്നു ഇസ്രായീൽ. ഇസ്രായീൽ അലൈഹിസ്സലാം കരയുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, ഇന്നുവരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. എനിക്കിതിനെക്കാളും മയമായി പിടിക്കാൻ അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് കിടന്ന് കരയുകയാ. പ്രവാചകൻ ഇങ്ങനെ ചാടി എഴുതേക്കും കിടക്കും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഓടി വന്നിട്ട്, റബ്ബേ, വെള്ളത്തിനകത്ത് തുണിമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മടിയിൽ പിടിച്ചു കിടത്തിയിട്ട് വിയർപ്പ് തുടച്ചു കൊടുക്കുകയാ. റസൂലുള്ളാഹിന്റെ ശരീരം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ഫാത്തിമ ബീബി അടുത്തിരുന്ന് ഉപ്പയുടെ കൈകാലുകളെ തടകുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. ആയിഷ, റബ്ബിനോട് ദുആ ചെയ്യണേ ആയിഷ, മരണവേദന കുറച്ചു തരാൻ അല്ലാഹുവിനോട് നീ ദുആ ചെയ്യണേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാ. ആയിഷ ബീവിയുടെ കൂടെ പുറപ്പാട്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ അബ്ദുറഹ്മാൻ എന്ന സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. 18 വയസ്സുകാരി ആയിഷയ്ക്ക് മനസ്സിലായി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്തിനാ നോക്കുന്നത്. അന്ന് ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. അല്ലാഹുവേ, ആ സഹാബി അടുത്തേക്ക് വിളിച്ചു. കയ്യിലിരിക്കുന്ന മിസ്വാക്ക് എടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് മിസ്വാക്ക് എടുത്ത് വെച്ച് കൊടുത്തു. പക്ഷേ പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല, സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് എടുത്തിട്ട് തന്റെ പല്ലിൽ വെച്ച് കടിക്കുകയാ, നല്ലപോലെ പാകമാക്കി. എന്നിട്ട് എന്റെ പെങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മച്ചി തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ മാറിടത്തിൽ ഇങ്ങനെ ചാരി നിർത്തിയിട്ട് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ, പ്രവാചകന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ. അല്ലാഹുവേ, റൂഹ് പിടിച്ച് അരയുടെ ഭാഗം കഴിഞ്ഞു. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനായ ഉസാമ
ഉസാമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്ത മകനാണ്. വീട്ടിലേക്ക് കേറി വരികയാ. റസൂലുള്ള സക്കറാത്തിന്റെ അവസ്ഥയാണ്. റൂഹ് പിടിച്ചരയുടെ ഭാഗം കഴിഞ്ഞു. തന്റെ വളർത്തു മകൻ വീട്ടിലേക്ക് കേറി വരുമ്പോ റസൂലുള്ളാന്റെ കൈ ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചെറുതായിട്ട് ഇങ്ങനെ ഉയർത്തുകയാണ്. ഇങ്ങനെ ഉയർത്തിയിട്ട് തന്റെ മകനോട് രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. സാമാ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യൂ സാമാ. അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാൻ റബ്ബനോട് കരുണ കാണിക്കാ. എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞു പോയെങ്കിലോ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ നമ്മളെ കാണണ്ടേ. നമ്മുടെ മുന്നിൽ അസ്റായീൽ വരുമല്ലോ. എല്ലാ കളഞ്ഞിട്ട് പോകേണ്ടവരല്ലേ. എങ്ങനെയാ വരുന്നത്? മയ്യത്ത് കുളിപ്പിക്കുന്നവരാണല്ലോ. മരണവേദന സഹിക്കാൻ കഴിയാതെ പലരും കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുമല്ലോ. വല്ലാത്ത വേദനയല്ലേ. അല്ലാഹുവേ, ഒന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ, ചിന്തിക്ക് ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇന്നത്തെ ഒരു ദിവസത്തെ പാപം മാത്രം ഒന്ന് എടുത്തു നോക്കുപോരേ. ഇന്നുറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ 10 മണി സമയം വരെ ഇന്നത്തെ ഒരൊറ്റ ദിവസം ചെയ്ത പാപമെന്ന് ചെറുപ്പക്കാരാ. കണ്ണുകൊണ്ട് കണ്ടത് പാപമല്ലേ, കൈകൊണ്ട് പിടിച്ചത് പാപമല്ലേ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലേ, ചെവി കൊണ്ട് കേട്ടത് പാപമല്ലേ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലേ, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലെ പാപമല്ലേ. ഓരോ ദിവസവും കോടാരി കോടി അപരാധം ചെയ്യുന്ന ഞാനും നിങ്ങളും എങ്ങനെയാ മരിക്കുന്നതെന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ. എന്തൊക്കെ അഹങ്കാരമാ പൊന്നുപോര്, എന്തൊക്കെ പേക്കൂത്തുകളാ പൊന്നുപോര്. ഇസ്ലാമിനെ നാണം കെടുത്തുന്ന രീതിയിൽ ഇന്നത്തെ യുവതലമുറയുടെ പ്രവർത്തനങ്ങൾ വല്ലാത്തതാണല്ലോ. അല്ല കാണുന്നില്ലേ ചെറുപ്പക്കാരാ, അല്ല കാണുന്നില്ലേ പെങ്ങള്. ആണും പെണ്ണും ഇന്ന് കോലം കെട്ടിയിട്ട് പേക്കൂത്തുകൾ കാണിക്കുന്ന കാലത്തുകൂടെ നടന്നു പോകുമ്പോ ഇതെല്ലാം തീരും ചെറുപ്പക്കാരാ. പൊന്നുപോലെ 366 പ്രാവശ്യമേ അസ്റായീൽ നിന്റെ മുഖത്ത് നോക്കൂ. 366 പ്രാവശ്യമേ അസ്റായീൽ നിന്റെ മുഖത്ത് നോക്കൂ. 67ാമത്തെ പ്രാവശ്യം വരുന്നത് നോക്കാനല്ല, നിന്നെ കൊണ്ടുപോകാനാ. ഒന്നെണ്ട് ചെറുപ്പക്കാരാ, 360ആയോ 62ആയോ 63ആയോ 65ആയോ. അല്ലാഹുവേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കു പൊന്നുമോര്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരുടെ വീട്ടിലാണോ ഹറാമായ സമ്പത്തുള്ളത് അവന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 366 പ്രാവശ്യമേ ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് അസ്റായീൽ നോക്കൂ. 67ാമത്തെ പ്രാവശ്യം നോക്കുന്നത് നിന്നെ കൊണ്ടുപോകാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എണ്ണി നോക്ക് എത്രയായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ എത്ര പ്രാവശ്യം നോക്കിയിട്ടുണ്ടാകും? 300 കഴിഞ്ഞോ 350 കഴിഞ്ഞോ? അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു, മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക്. മരണവേദന അള്ളാഹു കുറച്ചു തരുമാറാകട്ടെ, അള്ളാഹു കുറച്ചു തരുമാറാകട്ടെ. പെണ്ണുങ്ങൾ എപ്പോഴും പറയും പ്രസവത്തിന് വലിയ വേദനയാണ്, പ്രസവ വേദന മരണത്തിന്റെ വേദനയാണെന്നാ പറയണേ. പക്ഷെ 3-4 പ്രാവശ്യം പെറ്റ തള്ളയുടെ ഇന്നത്തെ സ്വഭാവം കണ്ട ഇത് വല്ലതും ഉണ്ടോ? നമ്മളാരും പ്രസവ വേദന അനുഭവിച്ചിട്ടില്ല. മരണവേദന എന്താണെന്ന് ഒരാണിനും അറിയില്ല. പക്ഷെ നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ എത്ര പ്രാവശ്യം അനുഭവിച്ചതാ. ഇന്നും നന്നാവാൻ മനസ്സില്ലല്ലോ. റജബ് വന്ന് ചെറുപ്പക്കാര, റജബ് വന്ന് മക്കളെ, അല്ലാഹുവോട് ദുആ ചെയ്യുന്നില്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ദുആ ചെയ്യാൻ തുടങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം ആയുസ്. ഇത്തിരി നേരം കൂടി കുഴപ്പമില്ലല്ലോ.
ഞാൻ 10 മണിക്ക് നിർത്താന്ന് പറഞ്ഞ് ഇത്തിരി നേരം കൂടി ഇരിക്കാമെങ്കിൽ നല്ല മരണം കിട്ടുന്ന 2 കാര്യം പറഞ്ഞു തരാം. മരണവേദന കുറച്ച് കിട്ടുന്ന 2 കാര്യം പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കുവോ? ബാക്കിയും കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. പൈസ പിരിവെങ്ങാണ് ഉണ്ടായിരുന്നെങ്കിൽ രാജാക്കന്മാരായി പോയി. പിരിവൊക്കെ എപ്പോഴും ഇങ്ങനെ വേണ്ടത്. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. പിന്നെ മനുഷ്യന്മാരെ എവിടെ കടന്നു മരിച്ചാൽ എന്താ? റോഡിൽ കടന്നോ, പള്ളിയിൽ കടന്നോ, വീട്ടിൽ കടന്നോ, എവിടെ കടന്നു മരിച്ചാൽ എന്താ? എന്നിട്ട് നല്ലതുപോലെ പോയാൽ മതി. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പോകാൻ സമയമായ 3 അടയാളം ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ 3 വഴികൾ. ഒന്ന്, നിന്റെ തലയിലെയോ താടിയിലെയോ ഒരൊറ്റ രോമം നരച്ചിട്ടുണ്ടെങ്കിൽ മരണം അടുത്തു എന്ന് നബിഗിന റസൂലുള്ളാഹി. മരണത്തിന്റെ 3 അടയാളത്തിൽപ്പെട്ടത്: 1, മുടി നരയ്ക്കുക; 2, നിത്യമായിട്ടുള്ള രോഗങ്ങൾ; 3, ജോയിന്റുകൾക്കൊക്കെ വല്ലാത്ത വേദന, നെഞ്ചു വിരിച്ച് നടന്നവൻ കുനിഞ്ഞു തുടങ്ങി. അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബിഗിന റസൂലുള്ളാഹി. 3 വന്നു കഴിഞ്ഞു വാപ്പാ, 3 വന്നു കഴിഞ്ഞ് ചെറുപ്പക്കാരാ, ഇനി നന്നായാ മാത്രം മതി. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മരണം കിട്ടാൻ ഒന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്, ആ സൂറത്ത് ഓതിയാൽ 50 കൊല്ലത്തെ പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബിഗിന റസൂലുള്ളാഹി. ഓതിക്കൂടെ? 50 കൊല്ലത്തെ പാവം പൊറുക്കണ ഒരു സൂറത്ത് പറയാം. ഓതിക്കൂടെ? നീയത്ത് ചെയ്യുന്നവര് കൈവെക്ക്. ബക്കറ ഒന്നുമല്ല, നീ പേടിക്കണ്ട. 4 വരിയേ ഉള്ളു. നല്ലപോലെ പൊക്ക്, നല്ലപോലെ. അൽഹംദുലില്ലാ. അള്ളാഹു മരിക്കോളം ഓതാൻ ബാക്കി നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 1ാമത്തെ പ്രതിഫലം നിന്റെ 50 വർഷത്തെ പാപം. 2, മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിനക്ക് ഓർമ്മയുണ്ടാകുമെന്ന് നബിഗിന റസൂലുള്ളാഹി. പറയാൻ ആരും പറഞ്ഞു തരാൻ വേണ്ട, നിനക്ക് തന്നെ ഓർമ്മയുണ്ടാകും. 3, നിന്റെ മയ്യത്ത് കാണുന്നവൻ നിന്നെ പോലെ മരിക്കാൻ കൊതിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റിയാസ് മൗലവിയുടെ കഴുത്തറുത്ത് കൊന്നു. പക്ഷെ റിയാസ് മൗലവിയുടെ മയ്യത്ത് കാണാൻ കണ്ടവരൊക്കെ ആഗ്രഹിച്ച് ഇതുപോലെ പോകാൻ. റിയാസ് മൗലവി പാവപ്പെട്ട, അള്ളാഹു അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മക്കത്തായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി അവിടെ മയ്യത്തുസ്കരിച്ചു. അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടിങ്ങനെ പടച്ചനെ എന്താപ്പാ ചിരി, എന്ത് ഭാഗ്യം. നമ്മളൊക്കെ വെറുതെ നടക്കാം. ആ മനുഷ്യന്മാരൊക്കെ ഭാഗ്യന്മാര് പറന്ന് സ്വർഗത്തിൽ പോയി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ സൂറത്ത് ഓതുന്ന മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകുമെന്ന് നബിഗിന റസൂലുള്ളാഹി. 4, നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഇനി എന്തെങ്കിലും വേണോ? ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? 50 കൊല്ലത്തെ പാവം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയും. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കടക്കാൻ കഴിയും. സ്വർഗം നിനക്ക് നിർബന്ധമാണെന്ന് നബിഗിന റസൂലുള്ളാഹി. ഓതിക്കൂടെ? ഉറക്കെ ഇൻഷാ അല്ലാഹ് പറ. പോരാ, ഉറക്കെ. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചോനെ. പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എനിക്ക് അങ്ങോട്ട് ഇപ്പൊ വേറെ എന്തെങ്കിലും യോഗത്തിന് വല്ല ആണെങ്കിൽ ഇതിനെക്കാളും വിളിയ. ഞാനിപ്പോ ഹറമി പോയപ്പോ 140 വയസ്സുള്ള ഒരു ഉപ്പാനെ കണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാ? 140 വയസ്സുണ്ട്. പടച്ചനെ, ഒരു മനുഷ്യ ഇങ്ങനെ കമ്പും പിടിച്ചിട്ട് കുനിഞ്ഞു വരിക. VIP പരിഗണന, പോലീസുകാരൊക്കെ പിടിച്ചകത്ത് കയറ്റുക. 140 വയസ്സുണ്ട്. 5 വക്കത്തും പള്ളി വന്ന് നമസ്കരിക്കണം. 5 വക്കത്തെ താടിയുടെ ഒക്കെ നീളം. നിസ്കാരത്തഴമ്പെന്ന് പറഞ്ഞാൽ അതാ തഴമ്പ്, പായിലിട്ട് ഒരക്കണ തഴമ്പല്ല നമ്മുടെ. ആ മനുഷ്യന്റെ മുഖത്തുണ്ട്. അല്ലാഹുവേ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറമി കടന്ന് മരിക്കണമെന്ന് ആഗ്രഹം. 140 വയസ്സായി, ഇന്നും പള്ളിയിൽ. നമുക്കിവിടെ 40 കയറണില്ലല്ലോ. 40 ആയുള്ളു, നമ്മളാരും പള്ളി കയറുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആ സൂറത്ത് ഞാൻ അവസാനം പറഞ്ഞതാണ്. നല്ല മരണം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ മുന്നിൽ ആരെങ്കിലും വന്ന് കൈനീട്ടിയ നീ അവനെ ആട്ടി ഓടിക്കല്ലേ, ഉള്ളത് കൊടുക്കണേ എന്ന് നബിഗിന റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കണേ ചെറുപ്പക്കാരാ. യതീമീങ്ങളുണ്ടല്ലോ, രോഗികളുണ്ടല്ലോ, എത്രയോ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്തവര് കാണുമല്ലോ.
ഒരു നേരത്തെ മരുന്നിന്റെ പൈസ ഇല്ലാത്തവർ, ഒരു ദിവസം വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാറില്ലാത്തവർ, അല്ലാഹുവേ അവര് നിങ്ങളുടെ മുന്നിൽ വരുന്നില്ലെന്നല്ലേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എത്രയോ പേര് കാണും ബാപ്പാ. അല്ലാഹു നിനക്കൽപ്പം പണം തന്നപ്പോ നീ അവരെ മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പാവങ്ങളെ സഹായിച്ചാൽ, യതീമീങ്ങളെ സഹായിച്ചാ അല്ല തരുന്ന 3 പ്രതിഫലത്തിൽ ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നീ മരിക്കാൻ കിടക്കുന്ന സമയമുണ്ടല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദന സഹിക്കുന്നില്ലല്ലോ. വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ അസ്റായിൽ നിന്നോട് ചോദിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ്. അല്ലാഹു നിനക്ക് തന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചാ റബ്ബ് നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മരണവേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുന്ന സമയത്ത് അസ്റായിലു നിന്നോട് ചോദിക്കുകയാ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എന്തിനാ ഉപ്പാ കരയുന്നത്? എന്തിനാ ചെറുപ്പക്കാരാ കരയുന്നത്? നീ പേടിക്കല്ലേ പൊന്നുമോനെ, നീ പേടിക്കല്ലേ പൊന്നുമോനെ. മരണവേദന സഹിക്കുന്നില്ലെങ്കിൽ നോക്കു ചെറുപ്പക്കാരാ, വഅബ്സിറൂ ബിൽ ജന്നാ. അല്ലാഹുവേ സ്വർഗ്ഗം ഇങ്ങനെ കാണിച്ചു തരികയാണ്, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ. നല്ല മരണം വേണോ? സ്വർഗം കണ്ട് മരിക്കണോ? മരണവേദന കുറച്ച് കിട്ടണോ? എന്റെ പ്രിയമുള്ളവരെ, നീ കൊടുത്ത സദഖയുടെ പ്രതിഫലം നിനക്ക് കാണാവാ. അല്ലാഹുവേ, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്ത 1 രൂപയാണെങ്കിലും ആ 1 രൂപയുടെ പ്രതിഫലം സ്വർഗം ഇങ്ങനെ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരും. ആ സ്വർഗം കണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹു നിനക്ക് നല്ല മരണം തരും. ഒന്നാമത്തെ പ്രതിഫലമാ. 2, എന്റെ പ്രിയമുള്ളവരെ, ഈ ചെറുക്കള പള്ളിയുടെ പുറകിലുള്ള ഖബർസാനുണ്ടല്ലോ, മയ്യത്ത് കൊണ്ട് ഖബറടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് എഴുന്നേറ്റ് പോകുന്നത് എങ്ങനെയാ? അല്ലാഹുവേ, നമ്മളെല്ലാവരും പോകുമല്ലോ. എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരത്ത് കൊടികുത്തി വെച്ച് കിടന്നും നടന്നും കുഷ്ഠരോഗിയെ പോലെ മുഖതുമലയോളം വലിപ്പമുള്ള വയറ് ഭരിച്ചുകൊണ്ട് 41 വിഭാഗത്തില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ചെറുക്കള പള്ളിയുടെ പുറകിൽ നിന്ന് കബറിനകത്ത് നിന്നൊരു മനുഷ്യരെഴുതേക്കുകയാ. ഒരു മനുഷ്യരെഴുതേക്കുകയാണ്. എങ്ങനെയാ എഴുന്നേക്കുന്നത്? പറവയെ പോലെ ചിറകുകൾ വെച്ചുകൊണ്ട് പറവകളെ പോലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറക്കുകയാ. അല്ലാഹുവേ, മഹ്ശറിലൂടെ പറന്നു പോവുകയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഹസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ, പറന്നു വരുന്ന നിന്നെ കണ്ടിട്ട് അവിടെന്ന് ചോദിക്കുന്നു, മനുഷ്യാ, നിങ്ങളാരാ? മനുഷ്യാ, നിങ്ങളാരാണ്? ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു? നിങ്ങൾ സിറാത്ത് എന്ന പാലം കടന്നിട്ടാണോ വന്നത്? നിങ്ങളാരാ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിനക്ക് തന്ന സമ്പത്ത് പാവങ്ങൾക്ക് കൊടുത്ത അല്ല നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലമുണ്ടല്ലോ. വെച്ചിരിക്കുന്ന കാലി ചലിപ്പിക്കാൻ കഴിയാത്ത പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. ഒരു പെണ്ണ് പ്രസവിച്ച വേദന അറിയാത്ത പരലോകമുണ്ടല്ലോ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ച
വലിച്ചെറിഞ്ഞിട്ട് ഓടി കളിക്കുന്ന പരലോകമുണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന പരലോകമുണ്ടല്ലോ. ചെമ്മിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറ് തിളച്ചൊഴുകുന്ന പരലോകമുണ്ടല്ലോ. അല്ലാഹുവേ, നരകത്തിന്റെ കാവൽക്കാരരായ മാലിക്കെന്ന മലക്കം തന്റെ അനുയായികളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ, കോടാരി കോടി മലക്കുകൾ അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. പ്രവാചകന്മാരെ കരയുന്ന പരലോകമുണ്ടല്ലോ. ജനങ്ങളെ വിയർപ്പിനകത്ത് മുങ്ങിത്താടുന്ന പരലോകമുണ്ടല്ലോ. സ്വന്തം മക്കൾ ഉപ്പാനെ കാണിച്ചിട്ട് പടച്ചവര് എന്റെ ഉപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ ഉപ്പയുടെ തലയിൽ കെട്ടിവെച്ച് എന്റെ ഉപ്പാനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരണേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. ചെമ്പിന്റെ തലയിലെ തലയുടെ മുകളിൽ സൂര്യുദിച്ച് നിന്നിട്ട് 2 കാലും പൊള്ളിയിട്ട് ചൂട് സഹിക്കാൻ കഴിയാതെ നമ്മുടെ മക്കള് പറയുന്നു 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ കാണിച്ചിട്ട് സ്വന്തം മക്കള് പറയുന്നു എന്റെ ഉമ്മച്ചിയെ ഒന്ന് മലർത്തി കിടത്തിത്താല്ല, എനിക്ക് പാല് തന്ന് എന്നെ മാറിടത്തിൽ കിടത്തി ഉറക്കിയ എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ പടച്ചവരെ എന്ന് സ്വന്തം മക്കള് പടച്ചവരോട് പറയുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്തുകൂടെ പറക്കാനുള്ള ഭാഗ്യവാ. എന്റെ പ്രിയമുള്ളവര്, പടച്ചവൻ തരുന്ന സമ്പത്ത് പാപങ്ങൾക്ക് ചെലവഴിച്ച അല്ല നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. പരലോകത്തുകൂടെ പറക്കാനുള്ള ഭാഗ്യവാ, സ്വർഗത്തിലേക്ക് പറന്നു പോകാനുള്ള ഭാഗ്യവാ. 3 വലക്കാഹു നദറതൻ വസുറൂറാ. അല്ലാഹനെ കാണണ്ടേ വാപ്പാ, നിന്റെ ഉപ്പയെക്കാല്, നിന്റെ ഉമ്മയെക്കാല്, നിന്റെ ഭാര്യയെക്കാല്, നിന്റെ കൂടപ്പിറപ്പിനെക്കാല്, നിന്റെ മക്കളെക്കാല് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. വലക്കാഹു നദറതൻ വസുറൂറാ. അല്ലാഹനെ കാണണ്ടേ വാപ്പാ. നാളെ പടച്ചവന്റെ സ്വർഗത്തിലൊരു വിഭാഗമുണ്ട്. അവര് രാവിലെയും അല്ലാഹനെ കാണുന്നവനാ, അവര് രാവിലെയും അല്ലാഹനെ കാണുന്നവരാ, അവര് വൈകിട്ടും അല്ലാഹനെ കാണുന്നവരാ. ഉജൂഹി യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം കിട്ടും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, സമ്പത്തിനോടുള്ള ആർത്തി നല്ലതല്ല. നിന്റെ ആയുസ് കുറച്ച് കളയും പൊന്നുപോര്. അല്ലാഹന്റെ റസൂല് പറയുന്ന രണ്ടാമത്തെ തെറ്റേതെന്നറിയുവോ? വ്യഭിചാരം നിന്റെ ആയുസ് കുറയ്ക്കും മോനെ. ഓരോ പെണ്ണിന്റെ ചാരത്ത് ചെന്നിട്ട് നീ സുഖിക്കുമ്പോ അല്ലാഹുവേ, നീ ചിന്തിക്കണം നിന്റെ ആയുസാ നീ എരിച്ചു കളയുന്നത്. എന്റെ പ്രിയമുള്ള സ്നേഹനിധികളായ പെങ്ങളോട്, പൊന്നുമോളെ, വ്യഭിചാരം വൻപാപവാ പെങ്ങളെ. അല്ലാഹു നിന്റെ ആയുസ് കുറച്ച് കളയും പെങ്ങളെ. വീടിനകത്തിരിക്കുന്ന ഭാര്യ മറന്നിട്ട് കാമുകിയുടെ അടുക്കൽ പോയി സുഖിക്കുന്ന ചെറുപ്പക്കാരാ, നീ അവിടെ പോയി അല്പനേരത്തെ സുഖത്തിന് വേണ്ടി കടന്ന് സുഖിക്കുമ്പോ നിന്റെ പിഞ്ചു മക്കളുടെ മുഖമെന്ന് ഓർക്കുപോരേ. ചെറുപ്രായത്തിലെത്തിയുമായി പോകുന്ന നിന്റെ മക്കളെ കുറിച്ചൊന്ന് ചിന്തിക്കുപോരേ. വാപ്പാ എന്ന് വിളിച്ച് കൊതി തീർന്നില്ലല്ലോ, മക്കളെ കണ്ട് കൊതി തീർന്നില്ലല്ലോ. അവസാനം നീ പോയാ നിന്റെ മക്കാരാ പോരേ, നിന്റെ ഭാര്യക്കാരാ പോരേ. അവസാനം മക്കളെ കെട്ടിക്കാ പൈസയില്ലാതെ പള്ളികളുടെ മുന്നിൽ കിടന്ന് യാചിക്കേണ്ട ഗതികേട് നിന്റെ മക്കൾക്ക് വരുമല്ലോ പൊന്നുപോരേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സുന്ദരിയായ പെണ്ണ് വിളിക്കുന്ന സമയത്ത് നിന്റെ അല്ലാഹനെ ഓർത്തില്ലെങ്കിലും നിന്റെ മക്കളെയെങ്കിലും ഓർക്ക് ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെങ്കിലും ഓർക്ക് ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്നേഹം കൊണ്ട് പറയുകയാ മോളെ, അല്ലാഹനെ പേടിക്ക് പൊന്നുമോള്. എത്രയോ ഖുർആനിന്റെ ആയത്ത് കേൾക്കുന്നവരാ, വഅലില്ലാത്ത ഏതെങ്കിലും ഒരു മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടോ? എത്ര വലിയ മോശക്കാരനാണെങ്കിലും ഏതെങ്കിലും
ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഅദില്ലാത്ത മൊബൈൽ കാണാൻ കഴിയുമോ? എല്ലാവരുടെ മൊബൈലിലും പ്രസംഗങ്ങളല്ലേ, നരകത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മഹ്ശറിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്. അല്ലാഹുവേ, എന്നിട്ടും എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കണ്ടെത്താൻ കഴിയാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ വഅദ് നിർത്തുകയാ. ഈ പുണ്യമായ റജബിന്റെ രാത്രിയിൽ പടച്ചവന്റെ സ്വർഗത്തിലിരുന്ന് 50 കൊല്ലത്തെ പാപം പൊറുക്കുന്ന സൂറത്ത് ഓതിയിട്ട് റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരന്ന് തൗബ ചെയ്തിട്ട് ഒരു പാപവുമില്ലാത്ത മനുഷ്യരെ പോലെ ഇറങ്ങുകയാ. ഇന്ന് നമ്മുടെ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ഇറങ്ങാ പോവുകയാ. പടച്ചവരോട് ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും ഏറ്റുപറഞ്ഞിട്ട് ഒരു നല്ല ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കു ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന 6 പരീക്ഷണങ്ങളിൽ 4ാമത്തെ പരീക്ഷണം, അല്ലാഹു നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് നിന്നെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി